Now we are going to discuss about unemployment trends in India. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ. And before we discussed എന്താണ് അൺഎംപ്ലോയ്മെന്റ്, എന്താണ് തൊഴിലില്ലായ്മ എന്ന് പഠിക്കുന്ന മുന്നേ ആയിട്ട് we need to discuss some basic concepts, or we need to have a general awareness of labor force. അതുപോലെ എന്താണ്, എങ്ങനെയാണ് അൺഎംപ്ലോയ്മെന്റ് മെഷർ ചെയ്യുന്നത് എന്നീ കുറച്ച് പ്രീ റിക്വസിറ്റ്സ് നമ്മൾ അറിയേണ്ടതുണ്ട്. So before we discussed unemployment, we need to have some prerequisites. അതാണ് ഞാൻ ഈ പറഞ്ഞ ഡിഫൈനിങ് ലേബർ, ടൈപ്സ് ഓഫ് ലേബർ, ദെൻ ഡിഫൈനിങ് ലേബർ ഫോഴ്സ് എന്നിവ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡിഫൈൻ ലേബർ. എന്താണ് ലേബർ എന്ന് പറഞ്ഞാൽ? സോ വെൻ വി ഡിസ്കസ്ഡ് ദ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, we have discussed that there are 4 common factors of production which is required for every economic activity in the country. നമ്മുടെ ഇന്ത്യയിലെ ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാലും ആ എക്കണോമിക് ആക്ടിവിറ്റിക്ക് അത്യാവശ്യം വേണ്ട 4 കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർ. ആൻഡ് ഇതില് ലേബർ എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ആക്ച്വലി റെപ്രസെന്റ്സ് ദ ഹ്യൂമൻ എഫേർട്ടാണ്. നമ്മുടെ ഒരു കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ മനുഷ്യരുടെ എഫേർട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത് ലേബർ എന്ന് പറയും. So you can see it is an important and indispensable factor of production, and it includes all manual and intellectual effort. So labor എന്ന് പറയുമ്പോൾ എപ്പോഴും ഫിസിക്കൽ ഹാർഡ്ഷിപ്പ് ഉണ്ടാവണമെന്നില്ല, ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ലേബർ ആവണമെന്നില്ല. എന്നുവെച്ചാൽ ഈ പറഞ്ഞ മസിൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ലേബർ ആവണമെന്നില്ല. നേരെ മറിച്ച് ലേബർ ക്യാൻ ബി ഓൾസോ ബൈ മെന്റൽ എഫേർട്ട് ആയിരിക്കാം, ഇന്റലക്ച്വൽ എഫേർട്ട് ആയിരിക്കാം. ഇപ്പൊ നമ്മൾ IT പ്രൊഫഷണൽ പറയാം, അല്ലെങ്കിൽ ഇപ്പൊ എഡ്യൂക്കേഷൻ എടുക്കുക. ഇവിടെ എന്താണ്? ഒരു ഫിസിക്കൽ ലേബർ അല്ല, ഒരു ഹാർഡായിട്ടുള്ള ജോബ് അല്ല. നേരെ മറിച്ച് എന്താ? ബൈ മെന്റൽ എഫേർട്ട് അല്ലെങ്കിൽ ബൈ ഇന്റലക്ച്വൽ എഫേർട്ട് ആണ് എന്ത് ഈ പറഞ്ഞ ലേബർ അയാൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ കേസ് ആണെങ്കിലും ഇപ്പം ഐ ആം ടീച്ചിങ് യു. സോ ഇവിടെ ദർ ഇസ് നോ നീഡ് ഓഫ് എനി ഫിസിക്കൽ എഫേർട്ട്. എന്റെ മസിൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണ്ട, ആഞ്ഞു പണിയേണ്ട ആവശ്യമില്ല. സോ ഇവിടെ നേരെ മറിച്ച് എന്താ? ഐ ആം യൂസിങ് മൈ നോളജ്, ഐ ആം യൂസിങ് മൈ മെന്റൽ പവർ. അത് ഉപയോഗിച്ചാണ് എന്ത് ഞാൻ ക്ലാസ് ഹാൻഡിൽ ചെയ്തത്. സോ ലേബർ റിഫേഴ്സ് ടു ദ കപ്പാസിറ്റി ടു എക്സസൈസ് ഫിസിക്കൽ ഓർ മെന്റൽ എഫേർട്ടാണ്. സോ പറഞ്ഞിരിക്കുക, ലേബർ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ എഫേർട്ട് എന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് മീൻ ഫിസിക്കൽ ലേബർ മാത്രമാണെന്ന് വിചാരിക്കരുത്. ഇറ്റ് ആൾസോ ഇൻക്ലൂഡ് മെന്റൽ ലേബർ ആസ് പ്രൊവൈഡഡ് ബൈ എ ഡോക്ടർ, എ ടീച്ചർ, എൻ IT പ്രൊഫഷണൽ. ഇതെല്ലാം ഇത് ഉൾപ്പെടുന്നു. And it is an inclusive factor, or it is a must factor for any stage of production. ഇപ്പൊ നമ്മള് നിർമ്മാണത്തിന്റെ ഏത് സ്റ്റേജ് എടുത്തു കഴിഞ്ഞാലും വി ക്യാൻ സി അവിടെ എല്ലാം എന്തുണ്ട്? ലേബർ ഡിമാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ഏത് സെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാലും വി ക്യാൻ സി അവിടെ എല്ലാം എന്താ? ലേബർ ആവശ്യമുണ്ട്. ആൻഡ് വെദർ ഇറ്റ് ഈസ് ഗുഡ്സ് ഓർ സർവീസസ്, രണ്ടിനും ലേബർ ഈസ് റിക്വയർഡ്. ആൻഡ് ലേബർ എന്ന് പറയുമ്പോൾ there should be a payment. ഇപ്പൊ ഒരു വ്യക്തി നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു. ആ പങ്കെടുക്കുന്ന ഭാഗമായിട്ട് he need to get some remuneration. As I said earlier, നമ്മുടെ factors of production, when they engage in the production, they will earn some income. അതായിരുന്നു എന്ത് നമ്മൾ പറഞ്ഞ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയും. ഇവിടെയും ഒരു ലേബർ എന്ന് പറയുമ്പോൾ, അല്ല, ഒരു വ്യക്തി ഫിസിക്കൽ വർക്ക്, മെന്റൽ വർക്ക് ചെയ്യുന്നു. ആൻഡ് ഹി നീഡ് ടു ഗെറ്റ് സം ഇൻകം, ഒരു ഏർണിംഗ് കിട്ടണം. സപ്പോസ് ഒരു വ്യക്തി ഫോർ പ്ലഷർ, ഫോർ ഹാപ്പിനെസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കനോട്ട് ബി കൺസിഡർഡ് ആസ് ലേബർ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ നേഴ്സ്, ഒരു വ്യക്തി ഒരു ഹോം നേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ നേഴ്സ് ആയിക്കോട്ടെ, ഇപ്പൊ ഒരു രോഗി ചെയ്യാണ്ടിരിക്കുന്നു, അതിനെ ട്രീറ്റ് ചെയ്യുന്നു, അവരെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്നു. ആൻഡ് നേഴ്സ് വെൻ ദിസ് ജോബ് ഇസ് പെർഫോംഡ്, ഈ ഒരു ജോലി നേഴ്സ് ചെയ്യുമ്പോൾ എന്താ? കെയറിങ് ഓഫ് എൻ ഇൻഡിവിജ്വൽ, ഒരു ബാധിക്കപ്പെട്ട ഒരാളെ ശുശ്രൂഷിക്കുന്നു, അയാളെ പരിപാലിക്കുന്നു. എങ്കിൽ നേഴ്സിന് എന്ത് കിട്ടും? ഇൻകം കിട്ടും. സോ വി ക്യാൻ സി നേഴ്സ് ഈസ് എ ലേബർ ആൻഡ് ഷീ ഓർ ഹി ഈസ് ഗെറ്റിംഗ് എൻ ഇൻകം ഫോർ ദിസ് എഫേർട്ട്. അദ്ദേഹം ചെയ്യുന്ന എഫേർട്ടിന് നേഴ്സിന് എന്ത് കിട്ടുന്നുണ്ട്? പൈസ കിട്ടുന്നുണ്ട്. അതും ആണാവാം പെണ്ണാവാം. നേരെ മറിച്ച് നമ്മുടെ അമ്മമാർ ചെയ്യുന്നത്, ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ വീട്ടില് ഒരാൾ വീയാണ്ടിരിക്കുന്നു, അത് ആദ്യം അവരെ കെയർ ചെയ്യുന്ന ആരായിരിക്കും? പ്രത്യേകിച്ച് അമ്മമാരായിരിക്കും. അതിപ്പോ മക്കളായാലും അല്ലെങ്കിൽ
ഭർത്താവായാലും അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മയും അച്ഛനായാലും അല്ലെങ്കിൽ സ്വന്തം അമ്മയും അച്ഛനായാലും. സോ യു ക്യാൻ സി ഒരു വുമൺ ഈസ് പ്ലേയിങ് ഡ്യുവൽ റോൾ. ഈ പറഞ്ഞ ഓഫീസിലെ വർക്ക് ചെയ്യുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നോക്കുകയാണെങ്കിൽ ഈ വുമൺ ഈ പറഞ്ഞ കുട്ടികളെ കെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കെയർ ചെയ്യുന്നു, ഹസ്ബൻഡ് പേരൻസിനെ കെയർ ചെയ്യുന്നു. അതൊന്നും എന്താ ഒരു പൈസയ്ക്ക് വേണ്ടിയാണ്. ആർ ദേ ഗെറ്റ് എനി ഇൻകം ഫോർ ദാറ്റ്? ഇല്ല. ദാറ്റ് ഈസ് നോട്ട് എന്താ ഒരു ഇൻകം ഏണിംഗ് ആയിട്ടുള്ള ഒരു ജോബ് അല്ല. മറിച്ച് ഈ പറഞ്ഞ വുമൺ എന്താ ഒരു സർവീസ് എന്ന രീതിയിൽ എന്താണ് പറയാം. ആക്ച്വലി എന്താ നമ്മൾ അന്ന് പറഞ്ഞല്ലോ, നാഷണൽ കൊടുക്കുമ്പോൾ വൺ ഓഫ് ദ ചലഞ്ച് ഓഫ് നാഷണൽ ഇൻകം ഈസ് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് വർക്ക് ഡൺ ബൈ ഹൗസ് വൈഫ്സ്. ഹൗസ് വൈഫ്സ് ചെയ്യുന്ന വർക്ക് എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. ഒരു കാര്യം അറിഞ്ഞിരിക്കണം, നമ്മുടെ ഇതേ ജോലി, ഈ അമ്മ ചെയ്യുന്ന ഇതേ ജോലി തന്നെ ഒരമ്മ ഒരു ഹോട്ടലിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഹോം നഴ്സായിട്ട് ചെയ്യുന്നു. സോ ഷീ വിൽ ഗെറ്റ് ഇൻകം, അല്ലേ? പക്ഷെ എന്താ ഇവിടെ ആ ഒരു ഇൻകം പോസിറ്റീവ് ഇല്ല. ഇപ്പൊ ലേബർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? സോ ലേബർ എന്ന് പറയുമ്പോൾ നിർമ്മാണത്തിൽ പങ്കെടുക്കുക വേണം, അതുപോലെ അത് പ്രഷറിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസിന് വേണ്ടിയോ ആയിരിക്കില്ല, മറിച്ച് ഇൻകം ഏൺ ചെയ്യുന്ന ഒരു മോട്ടീവ് അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇൻകം കിട്ടുകയും ചെയ്യണം. ദാറ്റ് ഈസ് ലേബർ. നൗ ക്യാൻ ക്ലാസിഫൈ ദ ലേബർ. നമുക്ക് ലേബറിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. സോ ഒന്ന് ഫിസിക്കൽ ലേബർ, മെന്റൽ ലേബർ. സോ ഫിസിക്കൽ ലേബർ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ എഫേർട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ മസിൽ പവർ കൂടുതൽ എന്ത് ചെയ്യണം, ഉപയോഗിക്കേണ്ടി വരും. സോ ഫിസിക്കൽ ലേബർ റിക്വയർസ് മോർ മസിൽ പവർ ഓർ മോർ physical effort for doing the job. For example, workers in agricultural land, നമ്മൾ അഗ്രികൾച്ചർ ലേബറേഴ്സ്, വർക്കേഴ്സ് ഇൻ ഇൻഡസ്ട്രീസ്, റിക്ഷ പുള്ളേഴ്സ്, ഇവരൊക്കെ എന്താണ്, ഫിസിക്കൽ ലേബറേഴ്സ് ആണ്. നേരെ മറിച്ച് ദോസ് വർക്കേഴ്സ് ഹു ആർ യൂസിങ് മെന്റൽ എഫേർട്ട് ഓർ ഈ പറയുന്ന ഇന്റലക്ച്വൽ നോളജ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആളുകൾ, എഡ്യൂക്കേറ്റേഴ്സ്, ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, ഇവരൊക്കെ എന്താണ്, മെന്റൽ ലേബറേഴ്സ് ആണ്. And also, based on the skill, the laborers can be again classified into skilled, semi-skilled, unskilled labor. ഞാൻ പറഞ്ഞോട്ടെ, even though such classification is there, ഈ പറഞ്ഞ സ്കിൽഡ്, അൺസ്കിൽഡ്, സെമി സ്കിൽഡ് എന്നീ ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിലും എന്ത് ജോലി ചെയ്യാനും എന്ത് വേണം, there should be a skill. ഇപ്പോ ക്ലീൻ ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിലും ആ ക്ലീനിങ്ങിൽ അവർ എക്സ്പെർട്ട് ആയിരിക്കണം. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് പറയട്ടെ, ഈ സ്കിൽ ഉദ്ദേശിക്കുന്നത് ഈ ജോലി ചെയ്യാനായിട്ട് അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ മാത്രമല്ല, മറിച്ച് അതല്ലാതുള്ള എന്താണ് ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ വഴി കിട്ടുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസം വഴി കിട്ടുന്ന ചില സ്കിൽസ് ഒക്കെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടെ നോക്കുമ്പോൾ യു മേ സി സ്കിൽഡ് എന്ന് പറയുമ്പോൾ, സ്കിൽഡ് ജോബ് എന്ന് പറയുമ്പോൾ there will be ഇൻഡിപെൻഡന്റ് ജഡ്ജ്മെന്റ് ഉണ്ടാവും. ഈ സ്കിൽഡ് ലേബർ എന്ന് പറയുമ്പോൾ എന്താണ്, ആ ജോലി ചെയ്യുന്ന ആൾക്ക് ഒരു ജഡ്ജ്മെന്റ് പവർ ഉണ്ട്. ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള പവർ ഉണ്ട്. ഇപ്പൊ ഒരു ഡോക്ടർ എടുക്കുക, ഒരു ടീച്ചർ എടുക്കുക, ഒരു അഡ്വക്കേറ്റ് എടുക്കുക, ഇവരൊക്കെ എന്താണ്, സ്കിൽഡ് ലേബർ ആണ്. ബിക്കോസ് ദേ ഹാവ് എൻ ഇൻഡിവിജ്വൽ ജഡ്ജ്മെന്റ്, ഇൻഡിപെൻഡന്റ് ജഡ്ജ്മെന്റ്, ആൻഡ് ദേ വിൽ ബി ഹാവിംഗ് സ്പെസിഫിക് സ്കിൽസ്. ചില സ്കിൽസ് കാണും. ആൻഡ് ഓൾസോ യു ക്യാൻ സി in order to perform this work, there need to be special knowledge. ഇപ്പം അഡ്വക്കേറ്റ് ആണെങ്കിലും ടീച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സയനിസ്റ്റ് ആണെങ്കിലും ആ മേഖലയിൽ പറ്റി വിശദമായി അറിഞ്ഞിരിക്കണം. there should be special knowledge, there should be proper learning technique ഉണ്ടായിരിക്കണം, ലേണിംഗ് എഫേർട്ട് ഉണ്ടായിരിക്കണം, ട്രെയിനിങ് ഉണ്ടായിരിക്കണം, അതുപോലെ എഫിഷ്യൻസി ഉണ്ടായിരിക്കണം. so that is a must quality for skilled labor. then semi skilled എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ജഡ്ജ്മെന്റ് ആവശ്യം വരുന്നില്ല. ജഡ്ജ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ലാർജ് ഡിസീവ് ആയിട്ടുള്ള ഒരു എഫോർട്ട് വരുന്നില്ല. നേരെ മറിച്ച് സ്കിൽഡ് ലേബർ, ഇപ്പോ ഡോക്ടർ എന്ന് പറയുമ്പോഴും എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോൾ ദേ റിക്വയർ മോർ ജഡ്ജ്മെന്റ്. പല കാര്യം ചെയ്യുന്നതിന് മുന്നേ ദേ നീഡ് ടു പ്രോസസ്, അവർ പഠിച്ചു കഴിഞ്ഞാൽ പ്രോസസ് ചെയ്യണം. അതെന്താ ഒരു വലിയ ജഡ്ജ്മെന്റ് അവർക്ക് എടുക്കേണ്ട ആവശ്യം. നേരെ മറിച്ച് സെമി സ്കിൽഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻ ദാറ്റ് there does not need much of the judgment. വലിയൊരു ജഡ്ജ്മെന്റ് ആവശ്യമില്ല, പക്ഷേ they need some skills. അവർക്ക് സ്കിൽസ് ആവശ്യമുണ്ട്, ചില നൈപുണ്യം ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഡ്രൈവേഴ്സ്, റീറ്റെയിൽ സെയിൽസ് പേഴ്സൺ, ഫ്ലൈറ്റ് അറ്റൻഡൻസ്, ഇതൊക്കെ എന്താണ്, സെമി സ്കിൽഡ് ആണ്. ഇപ്പം അവരിപ്പം എന്താണ് ഇതിനെപ്പറ്റി ഒരു കോഴ്സ് പഠിക്കുന്നില്ല. ഇപ്പം ഡ്രൈവിംഗ് കോഴ്സ് ഉണ്ട്, അതല്ല എന്താ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഡിഗ്രിയോ ഒന്നും ആവശ്യമില്ല.
ഇപ്പം ഡ്രൈവിംഗ് അറിയാമെങ്കിൽ അയാൾക്ക് 10th ആയാലും അല്ലെങ്കിൽ +2 ആയാലും അല്ലെങ്കിൽ ഡിഗ്രി ആയാലും സെയിം ആണ്. അയാളുടെ ഡ്രൈവിംഗ് സ്കിൽസ് മാത്രമാണ് മെഷർ ചെയ്യപ്പെടുന്നത്. അയാള് അതിനുള്ള നോളജ് മാത്രം മതി. അതല്ല വലിയൊരു ജഡ്ജ്മെന്റ് ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ വണ്ടി ഓടിക്കുമ്പോൾ ആവശ്യമുണ്ട് കേട്ടോ. ഈ പറഞ്ഞ അടുത്തുള്ള മുട്ടാൻ പാടില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യണം, അതുണ്ട്. അത് ആ ഡ്രൈവിന് മൊത്തമായിട്ട് മാത്രമാണ്. ഓക്കെ, സോ അതാണ് സെമി സ്കിൽഡ് എന്ന് പറഞ്ഞ. ആൻഡ് ആൾസോ യു ക്യാൻ സീ ഹി നീഡ് ടു ഡിസ്ചാർജ് ദ ഡ്യൂട്ടീസ് അസൈൻ ടു ഹിം. അദ്ദേഹത്തിന്റെ മേലെ എന്താണ് ഡ്യൂട്ടീസ് കൊടുക്കുകയാണ്. ഇപ്പൊ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോവുക. അപ്പൊ അതും തീരുമാനം എടുക്കുമല്ല, വേറൊരാൾ പറയുകയാണ് നിങ്ങൾ എന്നെ ഇവിടെ എത്തിക്കുക, അല്ല എന്നെ ഇവിടെ കൊണ്ടുപോവുക. സോ വേറൊരാൾക്ക് വേണ്ടിയാണത് അയാള് ഈ പറഞ്ഞ എഫേർട്ട് എടുക്കുന്നത്. ആൻഡ് അൺസ്കിൽഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും, ഒരു പ്രീവിയസ് നോളജ് ഇല്ലെങ്കിലും ഈ പറഞ്ഞ അൺസ്കിൽഡ് ജോലി ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ ഇവിടുത്തെ ബെനിഫിറ്റ് അല്ല, ഇവിടുത്തെ ഒരു ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ മേ നീഡ് മോർ ഫിസിക്കൽ സ്ട്രെങ്ത്. മറ്റുള്ള ജോലികളെ അപേക്ഷിച്ച് ഇപ്പൊ സ്കിൽഡ് ആയാലും അൺസ്കിൽഡ് ആയാലും സെമി സ്കിൽഡ് ആയാലും അതിനെ അപേക്ഷിച്ച് കൂടുതൽ ഫിസിക്കൽ എഫേർട്ട്, കൂടുതൽ ഫിസിക്കൽ സ്ട്രെങ്ത് ആവശ്യമുള്ളതാണ് അൺസ്കിൽഡ് ലേബർ. സോ ഈവൻ ദോ ഇറ്റ് ഇസ് അൺസ്കിൽഡ്, ഞാൻ പറയട്ടെ, അൺസ്കിൽഡ് തന്നെ പറയാമെങ്കിലും ഇതൊരു ക്യാറ്റഗറൈസേഷൻ ആയിട്ട് ഗ്ലോബൽ ലെവലിലെ ഒരു പ്രാക്ടീസ് ക്ലാസിഫൈ ചെയ്യാം. അതല്ലാതെ പറയട്ടെ, ഈ പറഞ്ഞ ജോലി ചെയ്യണമെങ്കിൽ, ഇപ്പം ഫാം ജോലി ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യണമെങ്കിൽ, സ്വീപ്പ് ചെയ്യണമെങ്കിൽ അതിന് സ്കിൽ ആവശ്യമുണ്ട്. ചുമ്മാ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ ദേ ഷുഡ് ഹാവ് സ്കിൽ, അതിന് സ്കില്ല് വേണം. പറയട്ടെ, എല്ലാ ജോലിയും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, എല്ലാ ജോലിക്കും അതിൻ്റെതായ റെസ്പെക്റ്റും ഉണ്ട്. സോ വി കനോട്ട് ഒന്ന് വലിയ കിടിലമാണ്, ഒന്ന് താഴെയാണ്, അങ്ങനെയൊന്നുമില്ല. എല്ലാം ഈക്വൽ ആണ്. ആൻഡ് എല്ലാവരും കഷ്ടപ്പെടുന്നു, വർക്ക് ചെയ്യുന്നു. കുറച്ചു പേര് ഫിസിക്കൽ എഫേർട്ട് എടുക്കുന്നു, കുറച്ചു പേര് മെന്റൽ എഫേർട്ട് എടുക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് അൺസ്കിൽഡ് ലേബർ. ആൻഡ് നൗ യു ക്യാൻ സീ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് അക്രോസ് എക്കണോമിക് സെക്ടേഴ്സ്. നമ്മുടെ ഓരോ മേഖലയിലും എംപ്ലോയ് ചെയ്യുന്ന ആളുകളുടെ ഒരു ഷെയർ നോക്കാം നിങ്ങൾക്ക്. സോ ഏറ്റവും കൂടുതൽ എംപ്ലോയീസിനെ എൻഗേജ് ചെയ്യുന്ന മേഖല ഏതാണ്? കാർഷിക മേഖലയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാണിത്. സോ വെൻ യു ആർ ലുക്കിംഗ് ഇൻ ടു ദ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ഡിഫറെന്റ് സെക്ടേഴ്സ്, ദ ലാർജസ്റ്റ് എംപ്ലോയ്മെന്റ് പ്രൊവൈഡർ ഇൻ ഇന്ത്യ ഈസ് അഗ്രികൾച്ചർ സെക്ടറാണ്. ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്ന മേഖല അഗ്രികൾച്ചറൽ സെക്ടറാണ്. വെൻ കമ്മിങ് ടു കേരള, can you say which is the sector which provides largest amount of employment? പറയാമോ? കേരളം എടുക്കുകയാണെങ്കിൽ ഏത് മേഖലയാണ് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്? സർവീസ് സെക്ടർ ആണ്. സോ ഇൻ ഇന്ത്യ യു ക്യാൻ സി അഗ്രികൾച്ചർ ആണെന്ത് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ കമ്മിങ് ടു കേരള യു ക്യാൻ സി സർവീസ് സെക്ടർ is the largest employment contributor in Kerala. സർവീസ് കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ്ട്രി, അത് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ. അതൊരു ഡിസ്പാരിറ്റി ഉണ്ട്. അപ്പം എംപ്ലോയ്മെന്റ് ക്രിയേഷൻ ഇൻ ഡിഫറെന്റ് സെക്ടേഴ്സ് ഇൻ കേരള ആൻഡ് ഇന്ത്യ ഡിഫറെന്റ് ആണെന്ന് കാണാൻ കഴിയും. ഞാൻ ഇവിടെ നോക്കുമ്പോൾ ആസ് ഓഫ് 2020 ഓൾമോസ്റ്റ് 42% എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്തത് കാർഷിക മേഖലയാണ്. ആൻഡ് അത് കഴിഞ്ഞ് യു ക്യാൻ സി സർവീസ് സെക്ടർ, അത് കഴിഞ്ഞ് ഇൻഡസ്ട്രീസ്. സോ in India, you can see agriculture followed by services followed by industries. So agriculture ആദ്യം, അത് കഴിഞ്ഞ് സർവീസസ്, അത് കഴിഞ്ഞ് ഇൻഡസ്ട്രീസ്. ഈ ഒരു ട്രെൻഡ് അറിഞ്ഞിരിക്കാം. ആൻഡ് യു ക്യാൻ സി ദ എംപ്ലോയ്മെന്റ് ഓഫ് സെക്ടേഴ്സ് ആൻഡ് ദ റെസിഡൻസ് ആൻഡ് ജെൻഡർ. നമ്മുടെ എംപ്ലോയ്മെന്റ് വെച്ചിട്ട് ഈ പറഞ്ഞ റെസിഡൻസും ജെൻഡറോട് ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ജെൻഡറും റെസിഡൻസും വെച്ചിട്ട് ഓരോ മേഖലയിലെ എംപ്ലോയ്മെന്റോട് ഒന്ന് നോക്കി കാണുകയാണ്. സോ ഇഫ് യു ആർ സീയിങ് ദ പ്രൈമറി സെക്ടർ ജോബ്, അല്ലെങ്കിൽ റൂറൽ ഏരിയയില്, ഗ്രാമീണ മേഖലയില് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് നൽകുന്ന മേഖല ഇറ്റ് ഈസ് പ്രൈമറി സെക്ടറാണ്. സോ ഗ്രാമീണ മേഖലയില് മൊത്തം ജോലിയുടെ almost 2/3 of the job is provided by agriculture. And അത് കഴിഞ്ഞ് you can see the service, then secondary.
So in the case of rural India, majority of the employment, majority of the workers are from primary sector ആണ്. നമുക്കറിയാം കാശ്മീർ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള മേജർ എക്കണോമിക് ആക്ടിവിറ്റി എന്ത് തന്നെയാണ്? കാശ് വൃത്തിയാണ്. അതുകൊണ്ട് തന്നെ പ്രൈമറി സെക്ടർ ജോബ്സ് ആണ് ഏറ്റവും കൂടുതൽ റൂറൽ ഏരിയയിൽ വരുന്നത്. അത് കഴിഞ്ഞ് ടെറിഷറി, ദെൻ ഇൻഡസ്ട്രി. And when you're seeing the employment generation in urban India, urban India നോക്കുവാണെങ്കിൽ തിരിച്ചാണ്. urban India നോക്കുവാണെങ്കിൽ you can see 60% of employment, മൊത്തമുള്ള 60% വർക്കേഴ്സും എവിടെയായിരിക്കും വരുന്നത്? ടെറിഷറിയിലായിരിക്കും, സർവീസ് സെക്ടർ ആയിരിക്കും. സോ ടെറിഷറി സെക്ടറിൽ 60% of workers are working. അത് കഴിഞ്ഞ് ഇൻഡസ്ട്രി, ദെൻ പ്രൈമറി. This is the trend of worker share in urban area. And this is the trend as per 2011 census ആണ്. 2011 സെൻസസ് ഡേറ്റ പ്രകാരമുള്ള കണക്കാണിത്. ഇപ്പൊ മാറ്റമുണ്ട്, പക്ഷെ നമുക്ക് ഒതന്റിക്കേറ്റഡ് ഡേറ്റ ഇതേ ഉള്ളൂ. കാരണം പുതിയ സെൻസസ് എന്താ ഗവൺമെന്റ് കണ്ടക്ട് ചെയ്തിട്ടില്ല. 21 വരേണ്ടതായിരുന്നു, കോവിഡ് കാരണം അത് മാറ്റിവെച്ചു. അത് കഴിഞ്ഞ് ഇതുവരെ ഫർദർ നോട്ടിഫിക്കേഷൻ ആയിട്ടില്ല. എന്ന് വരും എന്നത്, അതിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതിനെ പറ്റി ഇതുവരെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ആൻഡ് നൗ ക്യാൻ സി ദ ജെൻഡർ ആൻഡ് ദ എംപ്ലോയ്മെന്റ് ഇൻ ഡിഫറെന്റ് സെക്ടേഴ്സ്. അത് നോക്കുമ്പോൾ യു ക്യാൻ സി എമംഗ് ദ മെയിൽസിനിടയിൽ ഏറ്റവും കൂടുതൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത് പ്രൈമറി തന്നെയാണ്. സോ എമംഗ് മെയിൽസ് യു ക്യാൻ സി 43.6% of workers are in primary sector, followed by tertiary, then secondary. Among females, നമ്മൾ കാർഷിക മേഖല എടുത്തപ്പോ we have discussed the role of agriculture in Indian economy. കാർഷിക മേഖല എങ്ങനെയൊക്കെ ഇന്ത്യൻ എക്കണോമി ഇമ്പാക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കി. ആൻഡ് ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് എംപ്ലോയ്മെന്റ് കോൺട്രിബ്യൂട്ടർ ഫോർ ഫീമെയിൽ ലേബർ ഫോഴ്സ്, അല്ലെങ്കിൽ ഫീമെയിൽസിന് ഏറ്റവും കൂടുതൽ ജോലി ദിവസം കൊടുക്കുന്ന മേഖല കാർഷിക മേഖലയാണ്. സോ ഓർ പ്രൈമറി സെക്ടർ ആണ്. പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. കാർഷിക മേഖലയും കാർഷിക മേഖല ബന്ധപ്പെട്ടുള്ള അനുബന്ധ മേഖലയും വരുന്നുണ്ട്. ലൈക് പോൾട്രി, ഫിഷറീസ്, ലൈഫ് സ്റ്റോക്ക് പോലുള്ള വ്യവസായവും ഉൾപ്പെടുന്നു. ആൻഡ് യു ക്യാൻ സി മൊത്തമുള്ള വർക്കേഴ്സിൽ 63%, ഓൾമോസ്റ്റ് 2/3 ഫീമെയിൽ ആർ വർക്കിംഗ് ഇൻ പ്രൈമറി സെക്ടർ. അത് കഴിഞ്ഞ് ഇൻഡസ്ട്രി, ദെൻ ടെറിഷറി. So that is the share of female workers in different sectors. ഇത് അറിഞ്ഞിരിക്കുക, ഇതിന് ട്രെൻഡ് അറിഞ്ഞിരിക്കുക. ഓരോ ഏരിയയിലും അല്ലെങ്കിൽ ഓരോ ജെൻഡറിലും ഏത് മേഖലയിലാണ് ഈ പറഞ്ഞ വർക്കേഴ്സ് കൂടുതൽ എന്ന് അറിഞ്ഞിരിക്കുക. And now you can see the definition of labor force. എന്താണ് ഒരു ലേബർ ഫോഴ്സ് എന്ന് ഡിഫൈൻ ചെയ്യാം. സോ ബിഫോർ വി ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് ലേബർ ഫോഴ്സ്. സോ ലേബർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ വിച്ച് ഓഫേഴ്സ് ടു സപ്ലൈ ലേബർ ഫോർ പർസ്യൂയിങ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് സർവീസസ് ആൻഡ് ഗുഡ്സ്. അതായത് ഒരു ജോലി ചെയ്യുന്ന ആൾക്കാർ, ഒരു എക്കണോമിക് ആക്ടിവിറ്റി ഏർപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഏർപ്പെടാൻ താല്പര്യമുള്ള ആൾക്കാർ, അതാണ് എന്ത് ലേബർ ഫോഴ്സ് വരുന്നത്. സോ ലേബർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് എംപ്ലോയിഡ് ആൻഡ് അൺഎംപ്ലോയിഡ് പേഴ്സൺസ്. അപ്പൊ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ, അതാണ് എംപ്ലോയിഡ് എന്ന് പറയുന്നത്. അൺഎംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോ അൺഎംപ്ലോയിഡ് മീൻസ് ദീസ് ആർ ദ പീപ്പിൾ ഹു ആർ willing to work but does not get a job for their offer. ഇപ്പൊ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവർ വില്ലിംഗ് ആണ്, അവർക്ക് ജോലിയുണ്ട്, ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, ആൻഡ് അവർക്ക് ജോലി കിട്ടി, ആൻഡ് കറന്റ് ദേ ആർ വർക്കിംഗ്. അതാണ് എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞത്. അൺഎംപ്ലോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അൺഎംപ്ലോയ്ഡ് മീൻസ് ദേ ആർ കറന്റ്ലി വില്ലിംഗ് ടു വർക്ക്, ദേ ആർ കറന്റ്ലി ഓഫറിംഗ് ടു വർക്ക്. അവർ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്,
they are offering to supply labor. അവർ ജോലി കൊടുക്കാൻ അല്ലെങ്കിൽ എന്താ കൊടുക്കല്ല, ജോലി ചെയ്യാനായിട്ട് അവർക്ക് വില്ലിംഗ് ആണ്, അല്ലെങ്കിൽ ലേബറായിട്ട് മാറാൻ അവർക്ക് വില്ലിംഗ് ആണ്. പക്ഷെ എന്താണ്, they are not getting jobs. That is unemployed. So labor force is a combination of both employed and unemployed persons അറിഞ്ഞിരിക്കുക. സോ ലേബർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ എംപ്ലോയിഡ് മാത്രമല്ല, ഒരു എക്കണോമിയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ മാത്രമല്ല, അതിനൊപ്പം ആ എക്കണോമിയിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടായിട്ടും ജോലി ലഭിക്കാത്ത ആളുകൾ ഉൾപ്പെടുന്നുണ്ട്. സോ എംപ്ലോയിഡിന്റെയും അൺഎംപ്ലോയിഡിന്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ത് ലേബർ ഫോഴ്സ് എന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ആൾസോ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു ടേമാണ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, മെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്നൊക്കെ പലപ്പോഴും വാർത്തയെ കാണാം. സോ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഇൻ ദ ലേബർ ഫോഴ്സ്. അതായത് ഒരു എക്കണോമിയിലെ പോപ്പുലേഷനിൽ എത്രമാത്രം ലേബർ ഫോഴ്സ് ഉണ്ട്. സോ വി ക്യാൻ സി ലേബർ ഫോഴ്സ് ടു പോപ്പുലേഷൻ, അതാണെന്ത് ഈ പറഞ്ഞ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. ഒരു എക്കണോമിയിലെ ജനസംഖ്യയില്, ഒരു സമ്പദ്ഘടനയിലെ ജനസംഖ്യയില് എത്രമാത്രം ലേബർ ഫോഴ്സ് ഉണ്ട്, ഹൗ മച്ച് എമൗണ്ട് ഓഫ് ലേബർ ഫോഴ്സ് ഈസ് ദെയർ ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ആൻ എക്കണോമി, അതാണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. ആൻഡ് നൗ യു ക്യാൻ സി ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ഒരു വ്യക്തി എംപ്ലോയിഡ് ആണോ അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ വെദർ ഷീ ബിലോങ്സ് ടു ലേബർ ഫോഴ്സ് ഓർ നോട്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് വി നീഡ് ടു ലുക്ക് ഇൻ ടു ദ ആക്ടിവിറ്റി സ്റ്റാറ്റസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. സോ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഒരു വ്യക്തിയെ എംപ്ലോയിഡ് ആണ് അല്ലെങ്കിൽ ഒരു വ്യക്തി ലേബർ ഫോഴ്സ് ഉണ്ട് എന്ന് ഉൾപ്പെടുത്തുന്നത്? ഹൗ ദ ഗവൺമെന്റ് ഈസ് ഇൻക്ലൂഡിംഗ് എ പേഴ്സൺ ഓർ ഇൻഡിവിജ്വൽ ആസ് എംപ്ലോയിഡ് ഓർ അൺഎംപ്ലോയിഡ്, അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. So in order to find whether an individual is employed or unemployed, or whether it is included in the labor force, we need to see the activity status of the individual. ഒരു വ്യക്തിയുടെ ആക്ടിവിറ്റി സ്റ്റാറ്റസ് എന്ത് ചെയ്യുക, നമ്മള് ചെക്ക് ചെയ്യുക. അതുവഴിയാണ് ആ വ്യക്തി എംപ്ലോയിഡ് ആണോ, ആ വ്യക്തി അൺഎംപ്ലോയിഡ് ആണോ, അത് ലേബർ ഫോഴ്സിലുണ്ടോ, ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയുന്നത്. സോ ആക്ടിവിറ്റി സ്റ്റാറ്റസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ആക്ടിവിറ്റീസ് പർസ്യൂഡ് ബൈ ദ പേഴ്സൺ. അതായത് നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന സർവേ പീരീഡില്, നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന ഒരു റെഫറൻസ് പീരീഡ് ഉണ്ടായിരിക്കുമല്ലോ, ഇന്ന കാലയളവ് അല്ലെ ഇന്ന കാലം മുതൽ ഇന്ന കാലം വരെ, 2022 ഏപ്രിൽ മുതൽ 2023 മാർച്ച് വരെ എന്നിങ്ങനെ ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താണ്, അയാൾ പെർസ്യൂ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണ്, അയാൾ ജോലി ചെയ്യുന്നുണ്ടോ, ജോലി ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ടോ, അതോ ചുമ്മാ ഇരിക്കുകയാണോ, ജോലി ചെയ്യാൻ താല്പര്യമില്ല, നോട്ട് അവൈലബിൾ ടു വർക്ക് ഓർ നോട്ട് വില്ലിംഗ് ടു വർക്ക്, അങ്ങനെയാണോ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് ചെക്ക് ചെയ്യുന്നു. സോ ആക്ടിവിറ്റി സ്റ്റാറ്റസ് എന്താ, ഇറ്റ് ഈസ് ഡിറ്റർമിനിങ് ദ ആക്ടിവിറ്റീസ് പർസ്യൂഡ് ബൈ ദ പേഴ്സൺ ഡ്യൂറിങ് എ റെഫറൻസ് പീരീഡ്. ആൻഡ് ഈ ആക്ടിവിറ്റി സ്റ്റാറ്റസ് യൂഷ്വലി മെഷർ ചെയ്യുന്നത് റെഫറൻസ് പീരീഡ് ഓഫ് 365 days ആണ്. നമ്മുടെ സർവേ എടുക്കുന്നതിന്റെ ഒരു വർഷം മുന്നേ ഉള്ള ടൈം പീരീഡ്. ആ ടൈം പീരീഡിൽ അയാൾ എന്തൊക്കെ പ്രവർത്തനം ഏർപ്പെട്ടു, അയാൾ ജോലി ചെയ്യുന്നുണ്ടോ, അയാൾ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടും കിട്ടാതിരിക്കുകയാണോ, അതോ അയാൾ ജോലി ചെയ്യാൻ താല്പര്യം കാണിച്ചില്ലയോ എന്നെന്ത് ചെയ്യുന്നു, നമ്മൾ ചെക്ക് ചെയ്യുന്നു. സോ അതിൽ പറയുന്നതാണ് യൂഷ്വൽ ആക്ടിവിറ്റി സ്റ്റാറ്റസ് ഓഫ് ദ പേഴ്സൺ. അതായത് ഒരു ഇയറില ലാസ്റ്റ് 1 year ഫ്രം ദ സർവേ ടൈം, നമ്മുടെ സർവേ ഡേറ്റ് ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ വരികയാണ്, നിങ്ങൾ വീട്ടിലേക്ക് വരികയാണ്, എന്നിട്ട് ചോദിക്കുകയാണ് ലാസ്റ്റ് ഒരു വർഷം നിങ്ങളെ ജോലി ഉണ്ടായിരുന്നു, നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും എക്കണോമിക് ആക്ടിവിറ്റിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതാണ് എന്ത് യൂഷ്വൽ ആക്ടിവിറ്റി സ്റ്റാറ്റസ് ഓഫ് ദ പേഴ്സൺ. സോ ലാസ്റ്റ് 1 yearലെ ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്തായിരുന്നു, വെദർ ഹീസ് എംപ്ലോയിഡ്, വെദർ ഹീസ് അൺഎംപ്ലോയിഡ്, വെദർ ഹീസ് നോട്ട് അവൈലബിൾ ടു വർക്ക് ഓർ നോട്ട് വില്ലിംഗ് ടു വർക്ക്, അത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതുപോലെ there is one more thing which is the usual current weekly status. നമ്മൾ പറഞ്ഞ 1 year ടൈം പീരീഡിലുള്ള
ആക്ടിവിറ്റി സ്റ്റാറ്റസ് മെഷർമെന്റ് പറഞ്ഞതാണ് 1 year ടൈം പീരീഡിലുള്ള ആക്ടിവിറ്റി സ്റ്റാറ്റസ് മെഷർമെന്റ് പറയുന്നതാണ് യൂഷ്വൽ ആക്ടിവിറ്റി സ്റ്റാറ്റസ്. Then there is a measurement of weekly status also. So അതാണ് കറന്റ് വീക്ക്ലി സ്റ്റാറ്റസ്. അതായത് നമ്മുടെ സർവേ എടുക്കുന്ന ടൈമിന്, സർവേ എടുക്കുന്ന ഡേറ്റിന്റെ ഒരാഴ്ച മുന്നേ. സോ ലാസ്റ്റ് 7 days preceding the date of survey. സോ ലാസ്റ്റ് ഒരാഴ്ച ഞാൻ ഇന്ന് സർവേ എടുക്കുകയാണ്. സോ ഈ സമയത്ത് ലാസ്റ്റ് ഒരാഴ്ച വാട്ട് വാസ് യുവർ ആക്ടിവിറ്റി, അതാണ് കറന്റ് വീക്ക്ലി സ്റ്റാറ്റസ്. സോ യൂഷ്വൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ എന്താ, ലാസ്റ്റ് 1 year ഈ പറഞ്ഞ ആക്ടിവിറ്റി എന്താന്ന് നോക്കും. അയാൾ വർക്ക് ചെയ്തിട്ടുണ്ടോ, അയാൾ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ അയാൾ വർക്ക് ചെയ്യാതിരിക്കുകയായിരുന്നോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. യൂഷ്വൽ സ്റ്റാറ്റസ്. സോ 3 കാറ്റഗറി നോക്കുന്നത്: whether he is employed, whether he is unemployed, whether he is not available to work or not willing to work. ഉദാഹരണം പറയുമ്പോൾ നമ്മുടെ വീട്ടില് സപ്പോസ് ഒരു ഫാമിലി എടുക്കുക. ആ ഫാമിലിയിൽ 4 പേരുണ്ട്. അച്ഛൻ, അമ്മ, 2 കുട്ടികൾ. ആ കുട്ടികളുടെ പ്രായം ഒരാള് 5 പഠിക്കുന്നു, ഒരാള് 2 പഠിക്കുന്നു. ആൻഡ് കുട്ടികളുടെ കേസ് എടുക്കുമ്പോൾ ക്യാൻ സി ദേ ആർ നോട്ട് അവൈലബിൾ ടു വർക്ക്, നോട്ട് വില്ലിംഗ് ടു വർക്ക്. ജോലി ചെയ്യാൻ എന്താ അവര് അവൈലബിൾ അല്ല. അപ്പൊ അവരെന്താണ്, അൺഎംപ്ലോയ്ഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, അവര് ജോലി ചെയ്യാൻ വില്ലിംഗ് അല്ല. നേരെ മറിച്ച് ഇതില് ഈ ഹസ്ബൻഡ് വൈഫ് എടുക്കുക. സപ്പോസ് വൈഫ് ഗവൺമെന്റ് വർക്ക് ചെയ്യാണ്, ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നില്ല, ഹസ്ബൻഡ് ജോലി തേടുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല. സോ യു ക്യാൻ സി വുമൺ എന്ന് പറയുമ്പോൾ ഷീ ഈസ് എംപ്ലോയ്ഡ് ആണ്, പുള്ളിക്കാരിക്ക് ജോലിയുണ്ട്, പുള്ളി വർക്ക് ചെയ്യുന്നു. ആൻഡ് മെയിൽ എന്ന് പറയുമ്പോൾ ഹി ഈസ് അൺഎംപ്ലോയ്ഡ് ആണ്. കാരണം എന്താ, അദ്ദേഹം വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷെ എന്താണ്, ജോലി ലഭിക്കുന്നില്ല. സോ വുമൺ ആൻഡ് മെയിൽ, ഹസ്ബൻഡ് വൈഫ്, 2 പേരും ഏതിന്റെ പാർട്ടായിരിക്കും, ലേബർ ഫോഴ്സിന്റെ പാർട്ടായിരിക്കും. പക്ഷെ കുട്ടികൾ പാർട്ടായിരിക്കുമോ? ഇല്ല. കാരണം എന്താ, കുട്ടികൾ വില്ലിംഗ് അല്ല, അവരോടല്ല. സോ ലാസ്റ്റ് 1 year ടൈം പീരീഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് യൂഷ്വൽ ആക്ടിവിറ്റി സ്റ്റാറ്റസ്. ഒരു വീക്ക്ലി ഇന്റർവെൽ പറയുന്നതാണ് കറന്റ് വീക്ക്ലി സ്റ്റാറ്റസ്. ആൻഡ് now you can see based on this activity status ഒരു വ്യക്തിയുടെ ആക്ടിവിറ്റിയെ 3 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്: എംപ്ലോയിഡ് ഓർ അൺഎംപ്ലോയിഡ്, then neither seeking nor available to work. ജോലി ചെയ്യുന്നു, അൺഎംപ്ലോയിഡ് ആണ്, തൊഴിലില്ലായ്മ. വിച്ച് മീൻസ് എന്താ, ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, അവൈലബിൾ ആണ്, പക്ഷെ എന്താ, ജോലി ലഭിക്കുന്നില്ല. ദാറ്റ് ഈസ് അൺഎംപ്ലോയിഡ്. Then the third category is neither seeking nor available to work. ജോലി തേടുന്നുമില്ല, ജോലി ചെയ്യാൻ അവൈലബിൾ അല്ല. That is the third category. And now you can see what is unemployment. So based on the knowledge, നമ്മൾ ഇതുവരെ പറഞ്ഞ നോളജ് വെച്ച് നമുക്കിനി അൺഎംപ്ലോയ്മെന്റ് എന്നത് ഡിഫൈൻ ചെയ്യാം. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്, when a person who is actively searching for job does not able to find a job. ഒരു വ്യക്തി ജോലി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്താണ്, ജോലി ലഭിക്കുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി എ മെഷർ ഓഫ് ഹെൽത്ത് ഓഫ് എൻ എക്കണോമി. ഒരു എക്കണോമിയുടെ ഹെൽത്ത് മെഷർ ചെയ്യുന്നതിലെ ഒരു ഇൻഡിക്കേറ്റർ കൂടാണ് എന്ത്, ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റ് ലെവൽ. ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ലെവൽ കൂടുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഹെൽപ്ഫുൾ ഫോർ ദ എക്കണോമി. കാരണം എന്താ, ആളുകളുടെ ഇൻകം കുറവായിരിക്കും, അതനുസരിച്ച് എക്കണോമിയിലുള്ള മറ്റ് ആക്ടിവിറ്റി എന്ത് ചെയ്യാം, അത് ബാധിക്കാം. ആൻഡ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു അൺഎംപ്ലോയിഡ് വർക്കേഴ്സ്. ഒരു കൺട്രിയിലുള്ള മൊത്തം അൺഎംപ്ലോയിഡ് വർക്കേഴ്സ് ടു ദ ടോട്ടൽ ലേബർ ഫോഴ്സ്. അതാണെന്ത്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. സോ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഈസ് ഈക്വൽ ടു അൺഎംപ്ലോയിഡ് വർക്കേഴ്സ് ടു ടോട്ടൽ ലേബർ ഫോഴ്സ് ഇൻടു 100. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ ഇതാണ്. ഇതിന് മുന്നേ ഉള്ള ലേബർ ഫോഴ്സ് അതുപോലെ ആക്ടിവിറ്റി സ്റ്റാറ്റസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഈസ് ഈക്വൽ ടു അൺഎംപ്ലോയ്ഡ് വർക്കേഴ്സ് ടു ടോട്ടൽ ലേബർ ഫോഴ്സ് ഇൻടു 100. ഒരു കൺട്രിയിലുള്ള മൊത്തം അൺഎംപ്ലോയ്ഡ് വർക്കേഴ്സിന്റെ നമ്പർ, അതിനെ ടോട്ടൽ ലേബർ ഫോഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, 100 മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ അൺഎംപ്ലോയ്ഡ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ,
These include the people who are willing to work but are not recruited in any sector of the economy. Then total labor force എന്ന് പറയുമ്പോൾ it include both employed and unemployed workers. So നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലേബർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് എംപ്ലോയിഡും അൺഎംപ്ലോയിഡിന്റെയും ഒരു സമ്മാണ് എന്ത് ലേബർ ഫോഴ്സ് എന്ന് പറഞ്ഞത്. And that is about the unemployment rate. And now you can see the official measurement of unemployment data. നമ്മുടെ ഇന്ത്യയില് ധാരാളം ഏജൻസികൾ തൊഴിലില്ലായ്മ നിരക്ക് റിലീസ് ചെയ്യാറുണ്ട്. ആസ് വി ഡിസ്കസ്ഡ് പോവർട്ടി. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പോവർട്ടി പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈവൻ ദോ ദർ ഇസ് നോ ഒഫീഷ്യൽ എസ്റ്റിമേഷൻ ഓഫ് പോവർട്ടി, ഇന്ത്യയിൽ നമ്മുടെ ഗവൺമെന്റ് ഒഫീഷ്യലി പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല എങ്കിലും ധാരാളം പ്രൈവറ്റ് ഏജൻസീസ്, ധാരാളം പ്രൈവറ്റ് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലെ പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഞാൻ ഈ പറഞ്ഞ CMI, സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി, നിങ്ങൾ പലപ്പോഴും വാർത്ത കാണുന്നതാണ്. ഇപ്പൊ ഇഫ് യു ആർ റീഡിംഗ് ഹിന്ദു ഒക്കെ വായിക്കുമ്പോൾ പലപ്പോഴും CMIയുടെ റിപ്പോർട്ടുകൾ പലപ്പോഴും വരാറുണ്ട്. പക്ഷെ അത് ഒഫീഷ്യൽ ഡേറ്റ അല്ല, സർക്കാർ ഒഫീഷ്യൽ റിലീസ് ചെയ്യുന്ന ഡേറ്റ അല്ല. അതുകൊണ്ട് തന്നെ വി കനോട്ട് റിലൈ ഓൺ ദാറ്റ്. കാരണം അത് കോട്ട് ചെയ്യുന്നേക്കാളും നല്ലത് എന്താ, ഗവൺമെന്റ് ഡേറ്റ കോട്ട് ചെയ്യുന്നതാണ്. കാരണം സർക്കാർ ഡേറ്റ ആകുമ്പോൾ എന്താ, ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ്, ഇറ്റ് ഈസ് ഒതന്റിക്, ആൻഡ് അത് ചലഞ്ച് ചെയ്യാനും പറ്റും. കാരണം നമുക്ക് പറയാം ഇത് ഗവൺമെന്റ് റിലീസ് ചെയ്തതാണ്. സോ അതുകൊണ്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇത് റോങ് ആയിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ചലഞ്ച് ഇറ്റ്. സോ അങ്ങനെ ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സർവേ ആണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ. എന്താണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ? ആൻഡ് ദിസ് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് സർവേ ലോഞ്ച്ഡ് ബൈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. 2017 മുതലാണ് ഇത് വരുന്നത്. ആൻഡ് ഇതിന് മുന്നേ അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, അപ്പൊ സാർ അതിന് മുന്നേ മെഷർമെന്റ് ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ബിഫോർ ദ ലോഞ്ച് ഓഫ് ദിസ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ, ദ unemployment rate in India was measured by National Sample Survey Organization, NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഇവരായിരുന്നു എന്ത് മുന്നേ ഈ പറഞ്ഞ തൊഴിലില്ലായ്മ നിരക്ക് റിലീസ് ചെയ്തത്. സോ ബിഫോർ ദ ലോഞ്ച് ഓഫ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ was responsible for conducting survey and releasing the unemployment rate in the country. And ഈ പറഞ്ഞ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിലീസ് ചെയ്യുന്ന ആരാണ്? NSO ആണെന്ന് അറിഞ്ഞിരിക്കുക. And it was introduced based on the recommendation of Amita Kundu. ഈ ഒരു പേരും അറിഞ്ഞിരിക്കുക. And this labor force survey collects different measures or different data, like level of unemployment, the type of unemployment, type of employment, അതിന്റെ respective shares, അതുപോലെ the number of hours worked, the wages earned from different types of jobs. So ഇങ്ങനെ ധാരാളം ഡേറ്റ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ കളക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ആൾസോ യു ക്യാൻ സി ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ. നമ്മുടെ PLFSന്റെ മെയിൻ ഒബ്ജക്റ്റീവ് നോക്കുമ്പോൾ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു എസ്റ്റിമേറ്റ് എംപ്ലോയ്മെന്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ബോത്ത് യൂഷ്വൽ സ്റ്റാറ്റസ് ആൻഡ് കറന്റ് വീക്ക്ലി സ്റ്റാറ്റസ്. നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ എംപ്ലോയ്മെന്റ് ഡേറ്റ യൂഷ്വൽ സ്റ്റാറ്റസിലും, ലാസ്റ്റ് 1 ഇയറിലെ ഒരു വ്യക്തിയുടെ എക്കണോമിക് ആക്ടിവിറ്റി അനുസരിച്ചും, അതുപോലെ ലാസ്റ്റ് ഒരു വീക്കിലെ ഒരു വ്യക്തിയുടെ എക്കണോമിക് ആക്ടിവിറ്റി അനുസരിച്ച് എന്ത് ചെയ്യുക, എംപ്ലോയ്മെന്റ് ഡേറ്റയും അൺഎംപ്ലോയ്മെന്റ് ഡേറ്റയും റിലീസ് ചെയ്യുക ഇൻ ബോത്ത് റൂറൽ ആൻഡ് അർബൻ ഏരിയ. അതേപോലെ ഇൻ ദ കേസ് ഓഫ് അർബൻ ഏരിയ, 3 മാസത്തെ ഇടവേളയിൽ പറഞ്ഞിരിക്കുക. ഇൻ ദ കേസ് ഓഫ് അർബൻ ഏരിയ, ക്വാർട്ടർലി, ഓരോ 3 മാസം കഴിയുമ്പോഴും കറന്റ് വീക്ക്ലി സ്റ്റാറ്റസ് അനുസരിച്ച് അർബൻ ഏരിയയിലെ മാത്രം എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് ഇൻഡിക്കേറ്റർ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഈ പറഞ്ഞ റൂറൽ ഏരിയയിലെയും അർബൻ ഏരിയയിലെയും ആനുവലി എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. മൊത്തത്തില് ഗ്രാമീണ മേഖലയിലെയും അർബൻ ഏരിയയിലെയും മൊത്തത്തിലുള്ള അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. അൺഎംപ്ലോയ്മെന്റും അതുപോലെ മറ്റുള്ള ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക്
വർക്കർ പോപ്പുലേഷൻ റേഷ്യോ പോലുള്ള ഡിഫറെന്റ് ഇൻഡിക്കേറ്റേഴ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിക്കുക എന്തൊക്കെയാണ് റിലീസ് എന്ന് പറയാം. സോ ഇങ്ങനെ ആനുവലി അർബൻ ഏരിയയിലെയും റൂറൽ ഏരിയയിലെയും എംപ്ലോയ്മെന്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ട്രെൻഡ് റിലീസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ അർബൻ ഏരിയയിലെ ക്വാർട്ടർലി ബേസിസിൽ ഓരോ 3 മാസം കൂടുന്നതോടും കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസ് അപ്രോച്ച് വഴി അവിടുത്തെ എംപ്ലോയ്മെന്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ട്രെൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ PLFS വഴി NSO റിലീസ് ചെയ്യുന്നുണ്ട്. സോ അറിഞ്ഞിരിക്കുക, ഒന്ന് ആനുവൽ എസ്റ്റിമേഷൻ ഉണ്ട്, അതുപോലെ ക്വാർട്ടർലി എസ്റ്റിമേഷൻ ബേസ്ഡ് ഓൺ കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസ് ഇൻ അർബൻ ഏരിയയും കാണാൻ കഴിയും. ആൻഡ് നൗ യു ക്യാൻ സീ ദ ഇൻഡിക്കേറ്റേഴ്സ്, എംപ്ലോയ്മെന്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ PLFS. സോ അതിലൊന്ന് നമ്മൾ പറഞ്ഞു, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് അൺഎംപ്ലോയ്ഡ് വർക്കേഴ്സ് ടു ടോട്ടൽ ലേബർ ഫോഴ്സ്. അതാണ് എന്ത്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. സോ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പെർസെന്റേജ് ഓഫ് പേഴ്സൺസ് ഇൻ ലേബർ ഫോഴ്സ് ഇൻ ദ പോപ്പുലേഷൻ. അതെന്താ, ഒരു കൺട്രിയിലെ മൊത്തം പോപ്പുലേഷനിൽ എത്രമാത്രം ലേബർ ഫോഴ്സ് ഉണ്ട്, വിച്ച് മീൻസ് എന്താ, ഒരു കൺട്രിയിലെ പോപ്പുലേഷനിൽ എത്ര എംപ്ലോയിഡ് ആൻഡ് അൺഎംപ്ലോയിഡ് പേഴ്സൺ ഉണ്ട്, അതാണ് എന്ത്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. കാരണം എന്താ, ലേബർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് എംപ്ലോയിഡ് ആൻഡ് അൺഎംപ്ലോയിഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ ആണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പെർസെന്റേജ് ഓഫ് എംപ്ലോയ്ഡ് പേഴ്സൺസ് ഇൻ ദ പോപ്പുലേഷൻ. പേര് പോലെ തന്നെ എംപ്ലോയ്ഡ് പേഴ്സൺസ് പെർ പോപ്പുലേഷൻ. ഒരു കൺട്രിയുടെ ജനസംഖ്യയിൽ എത്രമാത്രം എംപ്ലോയ് ചെയ്തിട്ടുള്ള ജോലി ഉള്ള ആൾക്കാരുണ്ട്, അതാണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. എംപ്ലോയ്ഡ് പേഴ്സൺസ് ടു പോപ്പുലേഷൻ. ദെൻ പ്രപ്പോർഷൻ അൺഎംപ്ലോയിഡ്. എന്താണ് പ്രപ്പോർഷൻ അൺഎംപ്ലോയിഡ്? വിച്ച് മീൻസ് പെർസെന്റേജ് ഓഫ് അൺഎംപ്ലോയിഡ് പേഴ്സൺസ് ടു ദ പോപ്പുലേഷൻ. സോ ഒരു കൺട്രിയിലെ മൊത്തം അൺഎംപ്ലോയിഡ് പേഴ്സൺ ടു ദ പോപ്പുലേഷൻ, അതാണ് എന്ത്, പ്രപ്പോർഷൻ അൺഎംപ്ലോയിഡ്. ഇതിന്റെ ഡെഫിനിഷൻ എല്ലാം നോക്കി വെച്ചേക്കാം. ആൻഡ് യു ക്യാൻ സി റീസെന്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം ഒക്ടോബർ ആദ്യം നമ്മുടെ പുതിയ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ഗവൺമെന്റ് റിലീസ് ചെയ്തിരുന്നു. 2022-23 ഡേറ്റ, 2022-23 ഡേറ്റയാണ് ഗവൺമെന്റ് റീസെന്റ് റിലീസ് ചെയ്തത്. ആൻഡ് യു ക്യാൻ സി അത് പ്രകാരം there was a decline in the unemployment in the country. നമ്മുടെ ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് കുറയുന്നതായിട്ട് കാണാൻ കഴിയും. സോ 2017-18 കാലത്ത് യു ക്യാൻ സി 6.1, അപ്രോക്സിമേറ്റ്ലി 6 to 6.1 ആയിരുന്നു ഈ പറഞ്ഞ 2017-18 കാലത്തെ തൊഴിലായ്മ നിരക്ക്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, that was the 45-year high unemployment rate. 2017-18 തൊഴിലായ്മ നിരക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ 45 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു. സോ 2019 റിപ്പോർട്ട് വരായിരുന്നത്. 2019 ഫെബ്രുവരി സമയത്ത് ഈ റിപ്പോർട്ട് വരേണ്ടതായിരുന്നു. പക്ഷെ എന്താണ്, 2019 ഗവൺമെന്റ് റിപ്പോർട്ട് പുറത്തുവിട്ടില്ല. അതിന് കാരണം 2019 ഒരു ഇലക്ഷൻ ഇയർ ആയിരുന്നു, നിങ്ങൾക്ക് അറിയാലോ. സോ ഇന്ത്യയില് ഇലക്ഷൻ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ഒപ്പോസിഷൻ പാർട്ടീസ് അവർക്കെതിരെ യൂസ് ചെയ്യുന്ന മനസ്സിലാവുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഡിഡ് നോട്ട് റിലീസ് ദാറ്റ് റിപ്പോർട്ട്. പക്ഷെ എന്താ, എന്നിരുന്നാലും ഈ റിപ്പോർട്ടിലെ കുറെ ഭാഗങ്ങൾ ലീക്ക് ചെയ്തു. അങ്ങനെയാണ് അറിയുന്നത് 6.1% ഇന്ത്യയിലെ തൊഴിലായ്മ നിരക്ക് 6.1% ആയിട്ട് ഉയർന്നു വന്നു. ആൻഡ് ദാറ്റ് വാസ് ദ 45-year ഹൈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇൻ ദ കൺട്രി എന്നും അറിയുകയുണ്ടായി. ആൻഡ് അങ്ങനെ പിന്നീട് NDA 2 അധികാരത്തിൽ വന്നു. 2019 ജൂണില് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അതിനുശേഷമാണ് ആ റിപ്പോർട്ട് ഗവൺമെന്റ് ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം വി ക്യാൻ സി നമ്മുടെ തൊഴിലായ്മ നിരക്ക് കുറയുന്നത് കാണാൻ കഴിയും. ദർ ഇസ് എ കോൺസ്റ്റന്റ് ഡിക്ലൈൻ. 2018-19 5.8 ആയി,
പിന്നെ 4.8 ആയി, then 4.2 ആയി, then 4.1, 3.2. So combine എടുക്കുമ്പോൾ when we are comparing the rural and urban കമ്പയർ ചെയ്യുമ്പോൾ you can see എന്താ ഈ ട്രെൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണാൻ കഴിയും. And you can see this trend is declining in urban area and rural area also. ഈ പറഞ്ഞ ഗ്രാമീണ മേഖലയിലും റൂറൽ ഏരിയയിലും രണ്ടിടത്തും ഈ പറഞ്ഞ യൂഷ്വൽ സ്റ്റാറ്റസ് അപ്രോച്ച് വെച്ച് തൊഴിലില്ലായ്മ നിരക്ക് നോക്കുമ്പോൾ ലാസ്റ്റ് 1 year ട്രെൻഡ് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ യു ക്യാൻ സി ദ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഈസ് ഡിക്ലൈനിങ് എന്ന് പറയാം. സോ ഇപ്പൊ ഇൻ ദ കേസ് ഓഫ് യൂഷ്വൽ സ്റ്റാറ്റസ് നമ്മൾ പറഞ്ഞല്ലോ, ലാസ്റ്റ് 1 year പീരീഡിലെ മേജർ ആയിട്ടുള്ള അയാളുടെ പ്രവർത്തനം പറയുന്നത്. ലാസ്റ്റ് 1 year പീരീഡില് സപ്പോസ് 365 ഡേയ്സിൽ അയാൾക്ക് ഒരു 200 ദിവസം മേലെ ജോലിയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അത് എംപ്ലോയ്ഡ് എന്ന് പറയും. നേരെ മറിച്ച് 365 ഡേയ്സിൽ അതിന് ഒരു ദിവസം ജോലിയില്ല, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ 10 ദിവസം ജോലിയുള്ളൂ, ബാക്കി ദിവസം എല്ലാം അൺഎംപ്ലോയ്ഡ് ആണ്. സോ വി ക്യാൻ സി മെജോറിറ്റി ഓഫ് ദ ആക്ടിവിറ്റി എന്താ? അൺഎംപ്ലോയ്ഡ് അല്ലേ? സോ പ്രിൻസിപ്പൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ എന്താ? അൺഎംപ്ലോയ്ഡ് അല്ലേ? സോ വി ക്യാൻ സി ദാറ്റ് ഈസ് അൺഎംപ്ലോയ്ഡ് പേഴ്സൺ എന്ന് പറയും. അതുപോലെ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ സബ്സിഡറി എക്കണോമിക് സ്റ്റാറ്റസ് അല്ലേ? സബ്സിഡറി എക്കണോമിക് ആക്ടിവിറ്റി സ്റ്റാറ്റസ് അത് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ 1 year പീരീഡിൽ 30 ഡേയ്സെങ്കിലും 1 year പീരീഡിൽ 30 ഡേയ്സെങ്കിലും അയാൾക്ക് എംപ്ലോയ്ഡ് പറ്റുന്നുണ്ടോ, എംപ്ലോയ്ഡ് ആയിരിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് സബ്സിഡറി എക്കണോമിക് ആക്ടിവിറ്റി സ്റ്റാറ്റസിൽ പറയുന്നത്. ആൻഡ് യു ക്യാൻ സി ദ ട്രെൻഡ് ഓഫ് ഡിഫറെന്റ് ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ പറഞ്ഞ എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിന്റെ ട്രെൻഡ് ആണ്, ഇമ്പോർട്ടന്റ് ആണ് ഈ ട്രെൻഡ് നോക്കേണ്ടത്. ആൻഡ് there may be a question regarding this trend. So ഇതിൽ അറിയേണ്ടത് ഇമ്പോർട്ടന്റ് ഞാൻ പറയാം. ടോട്ടൽ ലേബർ പാർട്ടിസിപ്പേഷൻ, ഇന്ത്യയിലെ മൊത്തമുള്ള ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ അത് അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ മൊത്തമുള്ള ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, അതുപോലെ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് അറിഞ്ഞിരിക്കുക. Then total unemployment rate, then urban ഏരിയയിലെയും റൂറൽ ഏരിയയിലെയും unemployment rate, then male female unemployment rate. These are the most important trend to be focused. And ഇത് യൂഷ്വൽ സ്റ്റാറ്റസ് ട്രെൻഡ് ആണ്. യൂഷ്വൽ സ്റ്റാറ്റസ് വഴി ലാസ്റ്റ് 1 year അനുസരിച്ചുള്ള ട്രെൻഡ് ആണ്. 2022-23 കാലമായിരുന്നു സർവേ പീരീഡ്. ആൻഡ് യു ക്യാൻ സി 2017-18 49.8% ടോട്ടൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, വിച്ച് മീൻസ് ടോട്ടൽ ലേബർ ഫോഴ്സ് ഇൻ ദ പോപ്പുലേഷൻ വെച്ചാൽ 49.8 ആയിരുന്നു. എങ്കിൽ അത് 57.9 ആയിട്ട് വർദ്ധിച്ചായിട്ട് കാണാൻ കഴിയും. സോ ഈ പറഞ്ഞ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ കൺട്രി ഹാസ് ഇൻക്രീസ് എന്ന് ചോദിക്കാം. സോ ദേ മേ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ഇൻ ഇന്റർവ്യൂ ഓൾസോ. നമ്മുടെ ഇന്റർവ്യൂവിന് KS ഇന്റർവ്യൂവിന് എന്ത് ചെയ്യാം? ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊരു ചോദ്യം വരാം. അതുപോലെ ദിസ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ മെയിൻസ് ആൾസോ. മെയിൻസിന് ചോദിക്കാവുന്നതാണ്. ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിന്റെ ട്രെൻഡ് എന്താണ്? വാട്ട് ഈസ് ദ കറന്റ് ട്രെൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ദ കൺട്രി എന്ന ചോദ്യം എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ആൻഡ് യു ക്യാൻ സി അവിടെ എല്ലാം എന്താണ്? അൺഎംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് ഇൻഡിക്കേറ്ററിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കൂടി, അതേപോലെ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ വർദ്ധിച്ചു, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞു. സോ ഇതിൽ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ പണ്ട് ഞാൻ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ച ചോദ്യമായിരുന്നു, ക്യാൻ യു സേ ദ കറന്റ് ട്രെൻഡ് ഓഫ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ? ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ ചോദിച്ചോട്. അപ്രോക്സിമേറ്റ് ഫിഗർ, വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ കൺട്രി എന്ന് ചോദിച്ചു. സോ നോക്കുമ്പോൾ 2017-18 23.3% ആയിരുന്നു ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. എന്നാൽ അത് 37% ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുള്ളതാണ്. വിച്ച് മീൻസ് മോർ ഫീമെയിൽ ആർ ഗെറ്റിംഗ് ഇൻക്ലൂഡഡ് ഇൻ ദ ലേബർ ഫോഴ്സ്. ലേബർ ഫോഴ്സിൽ കൂടുതൽ വുമൺ എന്ത് ചെയ്യുന്നു? കടന്നു വരുന്നു. എംപ്ലോയ്ഡ് ആയിട്ടും അൺഎംപ്ലോയ്ഡ് ആയിട്ടും സീക്ക് ചെയ്യുന്നുണ്ട്, ജോലി അന്വേഷിക്കുന്നുണ്ട് എന്ന രീതിയിലേക്ക് ഇമ്പ്രൂവ് ആവും. അതേപോലെ തന്നെ
തൊഴിലില്ലായ്മ നിരക്കും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നോക്കുമ്പോൾ യു ക്യാൻ സി ഇത് 3.2 ആയിട്ട് റെഡ്യൂസ് ചെയ്ത് നമുക്ക് കാണാം. 3.2 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ആൻഡ് ഇൻ ബോത്ത് അർബൻ ഏരിയ ആൻഡ് റൂറൽ ഏരിയ അവിടെയെല്ലാം എന്താണ് ആ ഡിക്ലൈൻ ഈസ് എവിഡന്റ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ അവിടെയും ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞെന്ന് കാണാം. ഓൾസോ ഓവർ ദ ഇയേഴ്സ്, ഓവർ ദ last 5 years there is a decline in the unemployment rate. അതും കണ്ടിന്യൂസ് ആണ്. യു ക്യാൻ സി കണ്ടിന്യൂസ് ഡിക്ലൈൻ നമുക്ക് കാണാം. ആൻഡ് ദിസ് ഈസ് ദ എസ്റ്റിമേറ്റ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ബേസ്ഡ് ഓൺ കറന്റ് വീക്ക്ലി സ്റ്റാറ്റസ്. നേരത്തെ കണ്ടത് യൂഷ്വൽ സ്റ്റാറ്റസ് ആണ്. ദിസ് ഈസ് അബൌട്ട് കറന്റ് വീക്ക്ലി സ്റ്റാറ്റസ്. ആൻഡ് ഇവിടെ യു ക്യാൻ സി ഇൻ ദ കറന്റ് വീക്ക്ലി സ്റ്റാറ്റസ് ആൾസോ there is a promising figure. നമ്മുടെ തൊഴിലില്ലായ്മ നിരക്ക്, അതുപോലെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, ഇവരെല്ലാം എന്താ ഒരു പോസിറ്റീവ് ഇൻഡിക്കേറ്റർ കാണുന്നത്. ഇപ്പൊ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ യു ക്യാൻ സി ഓവർ ദ ഇയേഴ്സ് വർദ്ധിച്ചെന്ന് കാണാം. ടോട്ടൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ കറന്റ് വീക്ക്ലി സ്റ്റാറ്റസ് ബേസിസിൽ ലാസ്റ്റ് ഒരു വീക്കിലെ വെച്ച് നോക്കുമ്പോഴായാലും എന്താണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കൂടുന്നുണ്ട്. അൺഎംപ്ലോയ്മെന്റ് റേറ്റും യു ക്യാൻ സി അതും എന്താണ് കുറഞ്ഞായിട്ട് നമുക്ക് കാണാം. സോ ഇത് കാണിക്കുന്നത് എന്താണ്, വീക്ക്ലി സ്റ്റാറ്റസ് കാണിക്കുന്നത് ലാസ്റ്റ് ഒരു വീക്ക് സർവേ എടുക്കുന്നതിന്റെ മുന്നേ ഉള്ള ഒരു വീക്കില് വാട്ട് ഈസ് ദ ആക്ടിവിറ്റി സ്റ്റാറ്റസ്, അതനുസരിച്ചുള്ള ട്രെൻഡ് ആണ്. ആൻഡ് എവിടെയും കാണിക്കുന്നത് എന്താ, ഇറ്റ്സ് എ പ്രോമിസിംഗ് ഫിഗർ ആണ്, ഒരു പ്രോമിസിംഗ് വാല്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് യു ക്യാൻ സി ദ ട്രെൻഡ് ഓഫ് unemployment rate in the country. ആൻഡ് ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഡിക്ലൈൻ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഗ്രാഫില്, ഈ ഒരു ബാർ ഡയഗ്രത്തിൽ കൃത്യമായിട്ട് ആ ഡിക്ലൈൻ നിങ്ങൾക്ക് കാണാം. അതിനൊപ്പം തന്നെ ഫീമെയിൽ ആൻഡ് മെയിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റും കാണാം. സോ ഇതില് മെയിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഈസ് മോർ ദാൻ ഫീമെയിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. സോ മെയിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ് ഫീമെയിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റിനേക്കാളും കൂടുതലെന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് പീരീഡ് എത്രയാണ്, 2022-23 കാലയളവാണ് പറയുന്നത്. ആൻഡ് ആൾസോ റിഗാർഡിംഗ് ദ മേജർ അൺഎംപ്ലോയ്ഡ് പേഴ്സൺസ്, നമ്മുടെ ഇന്ത്യയിലുള്ള മേജർ അൺഎംപ്ലോയ്ഡ് പേഴ്സൺസിന്റെ ഒരവസ്ഥ നോക്കുമ്പോൾ ഇറ്റ് ഈസ് സീൻ ദാറ്റ് graduates are among the are the most unemployed persons in the country. ഗ്രാജുവേറ്റ്സ് കഴിഞ്ഞാൽ ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് കോഴ്സുള്ള ആൾക്കാരാണ്, അത് കഴിഞ്ഞ് PG ഉള്ള ആൾക്കാർ. സോ ദ മോസ്റ്റ് അൺഎംപ്ലോയ്ഡ് പേഴ്സൺസ് ഇൻ ദ കൺട്രി ആർ ഗ്രാജുവേറ്റ്സ് ആണ്. ഇതിൽ മൊത്തമുള്ള തൊഴിലില്ലായ്മ അല്ലെങ്കിൽ തൊഴിലില്ലാത്ത ആളുകളിൽ മെജോറിറ്റി എത്ര, 13.4. യു ക്യാൻ സി 13.4% ആർ ഗ്രാജുവേറ്റ്സ് ആണ്, 13.4%. അത് കഴിഞ്ഞാൽ ഡിപ്ലോമ ഓഫ് സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ്, ദെൻ PG ആണ്. സോ യു ക്യാൻ സി അക്കോർഡിംഗ് ടു ദ യൂഷ്വൽ സ്റ്റാറ്റസ് ഗ്രാജുവേറ്റ്സ് ദ മോസ്റ്റ് അൺഎംപ്ലോയിഡ് ഇൻ ഇന്ത്യ. സോ നമ്മുടെ ഗ്രാജുവേറ്റ്സില് മൊത്തമുള്ള ഗ്രാജുവേറ്റ്സില് 13.4% എന്താ അൺഎംപ്ലോയിഡ് ആണ്. സോ ഇറ്റ് സീൻസ് ദാറ്റ് നമ്മുടെ മൊത്തമുള്ള അൺഎംപ്ലോയ്ഡ് പേഴ്സൺസിൽ ഗ്രാജുവേറ്റ്സ് ആണ് കൂടുതൽ. അതേപോലെ മൊത്തമുള്ള ഗ്രാജുവേറ്റ് പേഴ്സൺസിൽ യു ക്യാൻ സി 13.4 ആർ അൺഎംപ്ലോയിഡ്. പോസ്റ്റ് ഗ്രാജുവേറ്റ്സിൽ 12.1, ഡിപ്ലോമയിൽ 12.2. സോ ഇത് കാണിക്കുന്നത് എന്താണ്, ഈ പറഞ്ഞ ദിസ് ആക്ച്വലി എ ട്രെൻഡ്. ഇവിടെ ജോലി കിട്ടുന്നില്ല, ആൻഡ് അതുകൊണ്ട് എന്താ പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോകുന്നുണ്ട്. And this is the sole reason, or one of the reason why the people are shifting to foreign countries. ഇപ്പൊ കാനഡയിലേക്കും ജർമ്മനിയിലേക്കും UK-യിലേക്കും അമേരിക്കയിലേക്കും എന്താണ് വലിയൊരു തലക്കയറ്റം ഉണ്ടല്ലോ. അതിന് കാരണം എന്താണ്, നമ്മുടെ ഗ്രാജുവേറ്റ്സും PG ഹോൾഡേഴ്സിനും ഒക്കെ എന്താ, they are not able to get a job. അവർക്ക് എല്ലാവർക്കും ജോലി കിട്ടുന്നില്ല. അതിൽ പലരും എന്താണ് ഇവിടെ നിന്ന് വിദേശത്തേക്ക് ട്രാവൽ ചെയ്യുക. So that is the current trend. And now we can see types of unemployment are different types of unemployment in the
country. The first one is structural unemployment. Structural unemployment. This usually occurs when there is a mismatch between the jobs available in the market and the skills of the available workers in the market. ഇപ്പോ നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാവുന്ന ചില സ്ട്രക്ചറൽ ചേഞ്ചസ് കാണാം. ഒരു എക്കണോമിയിൽ ഉണ്ടാവുന്ന ചില സ്ട്രക്ചറൽ ചേഞ്ചസ് കാരണം അവിടെ ഉണ്ടാവുന്ന തൊഴിലില്ലായ്മയാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞത്. അതിന് പ്രധാന കാരണം എന്താണ്? നമ്മുടെ കമ്പനീസ് അല്ല, നമ്മുടെ എക്കണോമിയിലുള്ള ജോലി, അതിന് വേണ്ട ചില സ്കിൽസ് ഉണ്ടല്ലോ. There are some jobs in the market. നമ്മുടെ വിപണിയിൽ ജോബ്സ് ഉണ്ട്, കുറെ ജോലികളുണ്ട്. എന്നാൽ ഈ ജോലിക്ക് വേണ്ട സ്കില്ലുള്ള വർക്കേഴ്സ്, സ്കിൽഡ് വർക്കേഴ്സ് എവിടെ ഇല്ല? എക്കണോമിയില് ഇല്ല. സോ എന്താ പറഞ്ഞേ? There is a mismatch between the jobs and the skills of the workers. നമ്മുടെ ജോബിന് ഡിമാൻഡും അതുപോലെ വർക്കേഴ്സിനുള്ള സ്കില്ലും തമ്മിൽ എന്താണ്? ഒരു മിസ്മാച്ച് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ എക്കണോമി കാർഷിക മേഖലയിൽ നിന്ന് വ്യവസായ മേഖലയിൽ ഷിഫ്റ്റ് ചെയ്ത് വെച്ചോ. സപ്പോസ് അവർ എക്കണോമി ഈസ് ഷിഫ്റ്റിംഗ് ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രീസ്. ആ ഇൻഡസ്ട്രിയിൽ വേണ്ട സ്കിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ സ്കിൽ റിക്വയർഡ് ഇൻ അഗ്രികൾച്ചർ. ഇവിടെ നോക്കുമ്പോൾ എന്താണ്? നമ്മുടെ കാർഷിക മേഖലയിൽ നിന്ന് നമ്മുടെ എക്കണോമി മാറി, എക്കണോമി വളർന്നു. എക്കണോമിയിൽ ഇപ്പം ഡോമിനന്റ് സെക്ടർ ഇൻഡസ്ട്രിയാണ്, വ്യവസായങ്ങളാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വ്യവസായ മേഖലയിൽ വർക്ക് ചെയ്യാനുള്ള തൊഴിലാളികൾ അല്ലെങ്കിൽ അതിനുള്ള സ്കില്ലുള്ള തൊഴിലാളികളില്ല. കാരണം എക്കണോമിയിലെ തൊഴിലാളികൾക്കുള്ള സ്കില്ല് അഗ്രികൾച്ചർ ബന്ധപ്പെട്ടാണ്. സോ ദ വർക്കേഴ്സ് ഇൻ ദ എക്കണോമി ആർ ഹാവിംഗ് ദ സ്കിൽസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. but more jobs are there in the economy for industry sector. വ്യവസായ മേഖലയ്ക്ക് ഇന്നുണ്ട് ധാരാളം തൊഴിലവസരമുണ്ട്. പക്ഷെ എന്താ? ആളുകളുടെ സ്കില്ല് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നില്ല. ആൻഡ് യു ക്യാൻ സി the structural unemployment occurs because workers lack the requisite job skills. ഈ പറഞ്ഞ ജോബ് സ്കിൽസ് കാണില്ല. അതുപോലെ തന്നെ they may live too far from regions where jobs are available and cannot move closer. So ജോലി ഉണ്ട്, പക്ഷെ എന്താ? ആ ജോലിക്ക് തക്കതായ സ്കിൽസ് ഉള്ള വർക്കേഴ്സ് അവൈലബിൾ അല്ല. സോ ജോലി ഉണ്ട്, there are jobs, ബട്ട് ഈ ജോലികൾക്ക് പ്രാപ്തരായ, ഈ ജോലി ചെയ്യാൻ പ്രാപ്തരായ കഴിവുള്ള വർക്കേഴ്സിന് എന്ത് കിട്ടുന്നില്ല? എക്കണോമിയില് കിട്ടാതിരിക്കും. ഇതാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞത്. So this will occurs when there are some structural changes in an economy. ഒരു എക്കണോമിയിൽ ഉണ്ടാവുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ്, അതിന് ഭാഗമായിട്ടാണ് എന്ത്? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് നെക്സ്റ്റ് ഈസ് frictional unemployment. Frictional unemployment. Suppose there is a person who is working in Nokia. ഒരു വ്യക്തി നോക്കിയയിൽ വർക്ക് ചെയ്യുകയാണ്. ആൻഡ് ജനുവരി ആയപ്പോ ഇത് എന്ത് ചെയ്തു? റിസൈൻ ചെയ്തു. ജനുവരി ആയപ്പോ ഇത് റിസൈൻ ചെയ്തു. ആൻഡ് ആഫ്റ്റർ റിസൈനിങ് ഹി ഈസ് സെർച്ചിങ് ഫോർ എ ജോബ്. നല്ല പോസ്റ്റ് ആയിരുന്നു, ഹി സ്കിൽഡ് ആണ്, ഹി ഈസ് വെൽ ക്വാളിഫൈഡ് ആണ്. ആൻഡ് ജനുവരി റിസൈൻ ചെയ്തു. ആൻഡ് ഹി ഈസ് സെർച്ചിങ് ഫോർ എ ജോബ് ആൻഡ് ഹി ഈസ് ഗെറ്റിംഗ് എ ജോബ് ഇൻ മാർച്ച്. മാർച്ചില് ഇദ്ദേഹത്തിന് നമ്മുടെ സാംസങ് ജോലി കിട്ടി. സാംസങ്ങില് ജോലി കിട്ടി. ആൻഡ് ബിറ്റ്വീൻ ദിസ് ജാൻ ആൻഡ് മാർച്ച്, ഈ ജനുവരിക്ക് മാർച്ചിനും ഇടയിൽ ഫെബ്രുവരി മാസം യു ക്യാൻ സി ഹി ഈസ് അൺഎംപ്ലോയ്ഡ് ആണ്, ഇല്ലേ? അപ്പം ജനുവരി ആയപ്പോ എന്ത് ചെയ്തു? അദ്ദേഹം ജോലി റിസൈൻ ചെയ്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാണ്? ഹി ഈസ് ലുക്കിംഗ് ഫോർ എ ബെറ്റർ ജോബ്. നല്ല ജോലി നോക്കുകയാണ്. അപ്പം ജോലി നോക്കിയിട്ട് മാർച്ചൊക്കെ ആയപ്പോ എന്ത് കിട്ടി? ജോലി കിട്ടി. ആൻഡ് ബിറ്റ്വീൻ ദിസ് ടൈം, ജോലി റിസൈൻ ചെയ്ത് പുതിയ ജോലിയിലേക്ക് കയറുന്ന സമയം, ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ,
ആ ഗ്യാപ്പ് അയാൾ എന്താണ്? അൺഎംപ്ലോയ്ഡ് ആണ്. അതിന് പറയുന്നതാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ ടൈം ലാഗ് ബിറ്റ്വീൻ ദ ജോബ്സ് വെൻ ആൻ ഇൻഡിവിജ്വൽ ഈസ് സെർച്ചിങ് ഫോർ എ ന്യൂ ജോബ് ഓർ ഈസ് സ്വിച്ചിങ് ബിറ്റ്വീൻ ജോബ്സ്. ഒരു പുതിയ ജോലി, നിലവിൽ ജോലിയുള്ള വ്യക്തി ഒരു പുതിയ ജോലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ഇവിടേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന തൊഴിലില്ലായ്മയാണ് എന്ത്? ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. ഇതൊരു ടെമ്പററി ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് ആണ്. കാരണം എന്താ? അയാൾക്ക് കിട്ടും, അയാൾക്ക് എന്താ, വിത്തിൻ എ ഫ്യൂ മന്ത്സ് ഹി വിൽ ഗെറ്റ് എ ജോബ്. ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ചെറിയൊരു ടൈം ലാഗ്, ആ ടൈം മാത്രമാണ് എന്ത്? പുള്ളിക്കാരൻ അൺഎംപ്ലോയിഡ്. ആൻഡ് യു ക്യാൻ സി ദാറ്റ് ഈസ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ചില കമ്പനി വർക്ക് ചെയ്യുമ്പോൾ we may resign and the company will put a notice period. കമ്പനി എന്ത് ചെയ്യും? ഒരു നോട്ടീസ് പീരീഡ് ഇടും. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത കമ്പനിയിലേക്ക് അവിടുന്ന് ഓഫർ കിട്ടാനായിട്ട്, അടുത്ത കമ്പനിയുടെ ഓഫർ ലെറ്റർ കിട്ടാനായിട്ട് യു നീഡ് ടു വെയിറ്റ്. ആ ചിലപ്പോൾ 1 മാസം 2 മാസം ഡിലേ വരാറുണ്ട്. അപ്പൊ ആ 2 മാസത്തെ ഡിലേ എന്ന് പറയുമ്പോൾ എന്താ? ഇത് അൺഎംപ്ലോയ്ഡ് ആണ്, ജോലി ഇല്ലാത്ത അവസ്ഥയാണ്. ദാറ്റ് ഈസ് ദ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയും. ഓക്കെ, അറിഞ്ഞിരിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. Then next is disguised unemployment. Disguised unemployment. So this unemployment is mainly seen in agriculture. ഇന്ത്യയിലെ കാർഷിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് കാണുന്നത്. ആൻഡ് ഡിസ്ഗൈസ്ഡ് എന്ന് പറയാൻ കാരണം, ഡിസ്ഗൈസ്ഡ് വിച്ച് മീൻസ് നോട്ട് ഇൻ അവർ വിഷൻ, നോട്ട് ഇൻ അവർ ഡയറക്ട് വിഷൻ. നമ്മൾ നേരിട്ട് കാണുന്നില്ല, പക്ഷെ എന്താ, ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റ് ഇറ്റ് ഈസ് ഹിഡൻ. അതുകൊണ്ട് തന്നെ ദിസ് അൺഎംപ്ലോയ്മെന്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് ഹിഡൻ അൺഎംപ്ലോയ്മെന്റ്. ഹിഡൻ, ഒളിഞ്ഞിരിക്കുന്ന അൺഎംപ്ലോയ്മെന്റ് എന്നും ഇതിനെ പറയാറുണ്ട്. ആൻഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, as I said earlier, this is commonly seen in agriculture. For example, there is a piece of land and ഇവിടെ 2 ലേബേഴ്സ് വർക്ക് ചെയ്യുകയാണ്. 2 ലേബറേഴ്സ് വർക്ക് ചെയ്യുന്നു. ആൻഡ് ദേ ആർ പ്രൊഡ്യൂസിങ് സപ്പോസ് 1000 kg റൈസ് അവരെന്ത് ചെയ്തു? ഉൽപ്പാദിപ്പിച്ചു. സോ 2 വർക്കേഴ്സ് ഉണ്ട്, അവരൊരു പീസ് ഓഫ് ലാൻഡ് വർക്ക് ചെയ്യുന്നു. അവർ 1000 കിലോ അരി എന്ത് ചെയ്തു? ഉൽപ്പാദിപ്പിച്ചു. ആ സമയത്ത് നമ്മുടെ COVID-19 പാൻഡമിക് വന്നു. COVID-19 വന്നപ്പോ എന്താ, നിർമ്മാണ മേഖല, അതുപോലെ സേവന മേഖല, അതൊക്കെ നിലച്ചിരിക്കുകയാണ്. അവിടെ ഒന്നും എന്തില്ല, ആക്ടിവിറ്റി ഇല്ല. സോ ഈ ആളുകൾ എന്ത് ചെയ്തു? കാർഷിക മേഖലയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാരണം ജോലി സാധ്യതയുള്ളവന് അവിടെ മാത്രമേ ഉള്ളൂ. കാരണം കാർഷിക മേഖലയാണ് ആദ്യം തുറന്നത്, കാർഷിക മേഖലയിലാണ് നിർമ്മാണം തുടങ്ങിയത്. കാരണം വിത്ത് വിതയ്ക്കാനും കൊയ്യാനും ഒക്കെ ലേബറേഴ്സിന് ആവശ്യം വന്നു. സോ യു ക്യാൻ സി ഈ പറഞ്ഞ ലേബറേഴ്സ് അവിടെ ചെല്ലുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇനിഷ്യലി എന്താണ്, 2 ലേബറേഴ്സ് ഉണ്ട് ആൻഡ് ദേ ആർ പ്രൊഡ്യൂസിങ് 1000 kg റൈസ്. അത് കഴിഞ്ഞ് 2 ലേബറേഴ്സ് വരികയാണ്. 2 more ലേബറേഴ്സ് ആർ കമ്മിങ്, വിച്ച് മീൻസ് ഇപ്പൊ എത്ര ഉണ്ട്? ഇപ്പൊ 4 ലേബറേഴ്സ് ഉണ്ട്, 4 തൊഴിലാളികളുണ്ട്. പക്ഷെ നോക്കുമ്പോ when we look into the output, ഈ പറഞ്ഞ ലേബറേഴ്സിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലാൻഡിലെ ഔട്ട്പുട്ട് നോക്കുമ്പോ ഇറ്റ് ഈസ് സെയിം, ഒരു മാറ്റവും ഇല്ല, 1000 kg തന്നെ. സോ നേരത്തെ എത്ര ആയിരുന്നു? 2 ലേബറേഴ്സ് വർക്ക് ചെയ്യുന്നു ആൻഡ് they are getting an output of 1000 kg. ഇപ്പോഴോ 4 ലേബറേഴ്സ് വർക്ക് ചെയ്യുന്നു, പക്ഷെ എന്താ, ഔട്ട്പുട്ട് സെയിം തന്നെ. സോ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ വിച്ച് we can see more people are employed than the demand or than the requirement. ഒരു മേഖലയില് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ there is one more thing, even more people are working and also the marginal increase in productivity, അതായത് അഡീഷണൽ ലേബറേഴ്സ് വന്നപ്പോൾ ഉണ്ടായ മാറ്റം, അഡീഷണൽ ലേബറേഴ്സ് ഉണ്ടായപ്പോൾ വന്ന ഗ്രോത്ത് അല്ലെങ്കിൽ ഇൻക്രീസ് നോക്കുകയാണെങ്കിൽ you can see the marginal
ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. കാരണം നേരത്തെ 2 പേരുള്ളപ്പോ 1000 കിലോ ആയിരിക്കും. ഇപ്പോഴോ 4 പേരുള്ളപ്പോഴും 1000 കിലോ ആയിരിക്കും. വിച്ച് മീൻസ് ദ അഡീഷൻ ഓഫ് 2 ന്യൂ ലേബറേഴ്സ്, 2 പുതിയ തൊഴിലാളികൾ ആഡ് ഓൺ ചെയ്തിട്ടും there is no improvement in the productivity. 2 പേര് വന്നിട്ട് വന്നില്ല, പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നില്ല. There is no marginal increase in productivity when more people are employed. So that is the feature of disguised unemployment. So it is a phenomenon where more people are employed than actually needed. So this is mainly seen in agriculture and unorganized sectors. And during the COVID time, the labor crowd was seen in agriculture. So there was disguised unemployment in the case of agriculture during the time of COVID. കോവിഡ് കാലത്ത് മാത്രമല്ല, അല്ലാതെയും കാശ്മീരിൽ എന്താ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് നമുക്ക് കാണാൻ കഴിയും. ആൻഡ് നെക്സ്റ്റ് ഈസ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. പേരുപോലെ തന്നെ there will be unemployment in certain seasons. ഒരു ഫിനാൻഷ്യൽ എടുക്കുമ്പോൾ ത്രൂ ഔട്ട് ദ ടൈം എന്ത് കാണത്തില്ല, ജോലി കാണത്തില്ല. only during some seasons, only during some specific time period there will be job. ഇപ്പൊ കാർഷികമേഖല എടുക്കുക. if you are seeing agricultural labor or agricultural job, throughout the year എന്താണ് അഗ്രികൾച്ചർ മേഖലയില് ജോലിയില്ല. ഇപ്പോ ചില ഏരിയയില് 2 തവണ കൃഷി ഇറക്കുമായിരിക്കും, എന്നാൽ ചില ഏരിയയില് 1 തവണ കാണുള്ളൂ. ആ ഒരു ടൈം മാത്രമേ ഈ പറഞ്ഞ കൃഷി ചെയ്യുന്ന സമയത്ത് മാത്രമേ എന്ത് കാണത്തുള്ളൂ, ജോലി ആവശ്യം വരത്തുള്ളൂ. വിത്ത് വിതയ്ക്കാനും അല്ലെങ്കിൽ കൊയ്യാനും അല്ലെങ്കിൽ കള പറിക്കാനും അല്ലെങ്കിൽ ഞാറ് നടാനും അല്ലെങ്കിൽ മരുന്ന് കളിക്കാനും. അങ്ങനെ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് സോയിങ്, ഡ്യൂറിംഗ് ദ ടൈം ഓഫ് മെച്ചൂറിംഗ്, ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഹാർവെസ്റ്റ്, ആ സമയത്തേക്ക് ഇടയ്ക്ക് ജോലി ആവശ്യമുണ്ട്. എന്നാൽ ആഫ്റ്റർ ഹാർവെസ്റ്റ് എന്താ, അടുത്ത സോയിങ് പീരീഡ് എന്താ മതി, ലേബേഴ്സ് ആവശ്യം മതി. അതിന് മുന്നേ ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് അടുത്ത സീസണിൽ നിന്ന് മതി ലേബേഴ്സ് ആവശ്യമുള്ളൂ. സോ only during specific seasons, only during some time period, laborers are required. That is seasonal unemployment എന്ന് പറയും. And you can see നമ്മുടെ ക്രാക്കേഴ്സ് അല്ലേ, പടക്കം, നമ്മുടെ ദീപാവലി സമയത്തുള്ള ക്രാക്കേഴ്സ്, and അതും എന്താണ്, ഒരു സീസണൽ അൺഎംപ്ലോയ്മെന്റ് ആണ് അവിടെയും കാണാം. കാരണം ത്രൂ ഔട്ട് ദ ടൈംസ് ഈ പടക്ക നിർമ്മാണം കാണുന്നില്ല. ദീപാവലി, വിഷു, Christmas, New Year, your time period you can see there will be massive production of crackers, but different variety of crackers in the produce ചെയ്യും. കാരണം ആ സമയത്ത് എന്താ ഡിമാൻഡ് കൂടുതല, ഡിമാൻഡ് സർജ് ഉണ്ട്. സോ മോർ ലേബറേഴ്സ് ആർ റിക്വയർഡ്. എന്നാൽ ആ ദീപാവലി കഴിഞ്ഞു, വിഷു കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂ ഇയർ കഴിയുമ്പോ അല്ലെങ്കിൽ ക്രിസ്മസ് കഴിയുമ്പോ ഈ മേഖലയിൽ എന്താ നിർമ്മാണം നേരത്തെ പോലെ നടക്കുന്നില്ല. ലേബറേഴ്സിന് ആവശ്യം വരുന്നുണ്ടോ, ഇല്ല. സോ ഇൻ സം സീസൺസ് വലിയൊരു ഹൈക്ക് വന്നു, സം സീസൺസിൽ ആവശ്യം ഇല്ല, ലേബറേഴ്സിന് ജോലി കാണില്ല. ദാറ്റ് ഈസ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. Then next is cyclical unemployment. So this is based on the business cycle of a company. നമ്മള് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എടുത്തപ്പോ we actually interpolated the national income in business cycle, അല്ലെങ്കിൽ the growth trend of an economy in the business cycle. ഒരു കമ്പനിയുടെ ബിസിനസ് സൈക്കിളില് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൺട്രിയുടെ ഗ്രോത്തിനെ നമ്മൾ ഇന്റർപ്രേറ്റ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ബിസിനസ് സൈക്കിളിൽ എക്കണോമി പഠിച്ചത്. എന്നാൽ അതുപോലെ ഒരു കമ്പനി എടുക്കുവാണെങ്കിൽ, ഇഫ് യു ആർ സീയിങ് എ കമ്പനി, ഒരു കമ്പനിയിൽ വി ക്യാൻ സീ there will be a boom, hike, depression, റിക്കവറി ഒക്കെ ആണ്. സോ സത്യത്തിൽ ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഈസ് ആക്ച്വലി ഡിഫൈനിങ് ദ പെർഫോമൻസ് ഓഫ് എ കമ്പനിയാണ്. ഒരു കമ്പനിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ ഹൈക്ക്, അവരുടെ പ്രൊഡക്ഷൻ ട്രെൻഡ് അല്ലെങ്കിൽ ബിസിനസ് പെർഫോമൻസ്, അതൊക്കെയാണ് എന്ത് ബിസിനസ് സൈക്കിൾ പറയുന്നത്. ആൻഡ് ഹിയർ യു ക്യാൻ സീ ഇനിഷ്യലി കൺട്രി പതുക്കെ വളരും, വലിയ ബൂം ഉണ്ടാവും,
അത് കഴിഞ്ഞ് there will be a cycle of slow down, then recession, ഡിപ്രഷനിലേക്ക്. എന്താ ഒരു എക്കണോമി പോകുന്ന പോലെ, ഒരു സമ്പദ്ഘടന പോകുന്ന പോലെ ഒരു കമ്പനിക്കും ഒരു അപ്പ് ഫേസും ഉണ്ടാവും, ഡൗൺ ഫേസും ഉണ്ടാവും. സോ ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാലും വി ക്യാൻ സി ഒരു ഇയർ എടുക്കുമ്പോൾ വെൻ യു ആർ കൺസിഡറിങ് എ ഫിനാൻഷ്യൽ ഇയർ, ഒരു ടൈം പീരീഡ് എടുക്കുവാണെങ്കിൽ യു ക്യാൻ സി ഒരു കമ്പനിക്ക് എന്തുണ്ട്, ഒരു അപ്പും ഉണ്ട് ഡൗണും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽ എടുക്കുക, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഇപ്പോ ഓണം, സ്കൂൾ ഓപ്പണിംഗ്, അല്ലെങ്കിൽ ഫെസ്റ്റീവ് സീസൺസ്, ഫെസ്റ്റീവ് ടൈം പീരീഡ്, ആ ടൈമിൽ എന്താ വലിയൊരു ബൂമുണ്ട്, വലിയൊരു വളർച്ചയുണ്ട്. അതുപോലെ ഇപ്പോ തുണിക്കട എടുക്കുക, തുണിക്കടയിലായാലും ഓണം അല്ലെങ്കിൽ ഫെസ്റ്റീവ് സീസൺസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്കൂൾ റീ ഓപ്പണിംഗ്, ആ ടൈമിലൊക്കെ എന്താണ് വലിയൊരു ബൂമില്ലേ, അവിടെ ലേബേഴ്സിന് ഡിമാൻഡ് ഉണ്ട്. ഈ പറഞ്ഞ സെയിൽസ് ഗേൾ ആയിട്ടും സെയിൽസ് മെൻ ആയിട്ടൊക്കെ എന്താ ജോലിക്കാരെ ആവശ്യം ഉണ്ടാവും. കാരണം കൂടുതൽ ആൾക്കാർ വരുന്നു, അവരെ ഹാൻഡിൽ ചെയ്യണം. സോ മോർ employment is required or more people are required, employees are required. എന്നാൽ അത് കഴിഞ്ഞാൽ എന്താ, the company, the textile shop will fall into dip. ഇപ്പോ ഓണത്തിന് മുന്നേ ഇപ്പൊ ജൂലൈ സമയത്തൊക്കെ പോകുമ്പോ എന്താ വലിയ തിരക്ക് കാണത്തില്ല. അതുപോലെ ഇപ്പോ നിങ്ങൾ ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലൊക്കെ പോകുമ്പോ എന്താ there will not be much crowd in the shop. നേരെ മറിച്ച് നമ്മൾ ഓണത്തിന് പോകുന്ന വെച്ചോ, ഓഗസ്റ്റോ സെപ്റ്റംബറിലൊക്കെ പോകുമ്പോ എന്താ നല്ല ക്രൗഡാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇടിച്ചു കയറുകയാണ്. സോ മോർ ജോബ് ഈസ് റിക്വയർഡ്, മോർ ലേബറേഴ്സ് ആർ റിക്വയർഡ്. സോ ഇതാണ് എന്ത് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു കമ്പനിയുടെ ഡിപ്രഷൻ സ്റ്റേജില്, ഒരു കമ്പനിയുടെ ലോ ഫേസിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിപ്പ് ഫേസിൽ there is a need for less laborers or there is less employment opportunity. എന്നാൽ ബൂം ഫേസ് ആകുമ്പോൾ എന്താ ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. സോ ഇതുപോലെ ഒരു കമ്പനിയുടെ ഡിപ്രഷൻ ഫേസിൽ ജോലി ലഭിക്കുന്ന അവസ്ഥ, ദാറ്റ് ഈസ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. ഒരു കമ്പനിയുടെ ഡിപ്രഷൻ സ്റ്റേജില്, റെസിഷൻ സ്റ്റേജില് ജോലി ലഭിക്കുന്ന അവസ്ഥ, ദാറ്റ് ഈസ് ദ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. Then next is technological unemployment. എന്താണ് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ്? സോ ഇത് പറയുന്നത് നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാകുന്ന ടെക്നോളജിക്കൽ ചേഞ്ചസ് മൂലം ഉണ്ടായ ജോബ് ലോസ് ആണ്. സോ വേൾഡ് ബാങ്ക് 2016 ഒരു ഡേറ്റ പറയുന്നുണ്ട്, ഒരു പ്രിഡിക്ഷൻ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയില് 69% ഓഫ് ജോബ്സ് will be threatened year on year based on growth in technology. ടെക്നോളജി ഗ്രോ ചെയ്യുന്ന അനുസരിച്ച് എന്താണ് ഈ പറഞ്ഞ 69% ജോലികൾ ത്രട്ടൺ ചെയ്യപ്പെടും, അവ ഭീഷണി നേരിടുന്നുണ്ട് എന്ന് വേൾഡ് ബാങ്ക് പറയുന്നുണ്ട്. ഇന്ത്യയുടെ കേസാണ് പറയുന്നത്. ആൾസോ റീസെന്റ് നിങ്ങൾ കേട്ട് കാണും, നമ്മുടെ നിതിൻ ഗഡ്കരി, മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട്, അദ്ദേഹം നിങ്ങൾ കമന്റ് ചെയ്തിരുന്നു, ഡ്രൈവർലെസ് കാറുകൾ ഇന്ത്യയിൽ അനുവദിക്കില്ല, കാരണം അത് അൺഎംപ്ലോയ്മെന്റ് വർദ്ധിപ്പിക്കുന്ന ഒരു കമന്റ് കേട്ടിരുന്നു. നിങ്ങൾ ഈ ഇടയ്ക്ക് വാർത്ത കണ്ടതാണ്, ഇന്നലെ ഇന്നോ കണ്ട ഒരു കമന്റ് ചെയ്തിരുന്നു. സോ വി വിൽ നോട്ട് അലോ ഡ്രൈവർലെസ് കാർസ് ഇൻ ഇന്ത്യ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യയിൽ വർദ്ധിക്കും എന്നൊരു കമന്റ് ഉണ്ട്. സോ ഇതുപോലെ ടെക്നോളജി വർദ്ധിക്കുന്ന അനുസരിച്ച് there will be loss of jobs. ഇപ്പൊ നമ്മുടെ പണ്ടൊരു കേരളത്തിലുണ്ടായ സ്ലോഗൻ ഉണ്ടല്ലോ, പണിയെത്തിക്കൂ കൈകളെല്ലാം എന്നിട്ടാകാം കമ്പ്യൂട്ടർ, ഓർമ്മയുണ്ടാവും. സോ ഈ പറഞ്ഞ സ്ലോഗൻ ഇപ്പൊ നോക്കുമ്പോ എന്താ, ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ 10 പേര് ജോലി ചെയ്യണമായിരിക്കും, 10 പേരെ അവിടെ എംപ്ലോയ് ചെയ്യണം, 10 പേര് അവിടെ വർക്ക് ചെയ്യണം. എന്നാൽ ആഫ്റ്റർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ അറിയാവുന്ന ഒരാൾ മതി, അയാൾ എന്ത് ചെയ്യും, ഈ 10 പേരെ ജോലി ചെയ്യും. ഇപ്പോ ഇറ്റ് ഈസ് ആക്ച്വലി ഈ ഓട്ടോമേഷൻ വന്നപ്പോ എന്താ ജോലി എഫിഷ്യന്റ് ആയി, അതേപോലെ നഷ്ടം ഉണ്ടാകുന്നുണ്ട്, ആൾക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട്, സത്യം തന്നെ. അതേപോലെ എന്താ ബെനിഫിറ്റ് ഉണ്ട്, ടൈം റിക്വയർഡ് ഫോർ എ ജോബ് കുറഞ്ഞു, എഫിഷ്യൻസി മെച്ചമായി, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹാർഡ് വർക്ക്, ഹ്യൂമൻ എഫേർട്ട് അത് കുറഞ്ഞു. ഇപ്പൊ തന്നെ ഒന്ന് ഓർത്ത് നോക്കൂ, ഇപ്പം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പണ്ട് കാലത്ത് ആളുകൾ എന്താ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുമായിരുന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ എന്താ കാൽക്കുലേറ്റർ ആണ്. ചെറിയൊരു സിമ്പിൾ പ്രോബ്ലം ആയ പോലും നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റർ 2+2 നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് അടിച്ചു നോക്കും. സോ
നമുക്ക് ചിന്തിക്കാൻ വയ്യ, അല്ലെങ്കിൽ നമുക്കത് ഫുൾ ഇടാൻ വയ്യ. ബെറ്റർ എന്താ, 2 ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ യു ഗെറ്റ് ദ ആൻസർ. സോ യു വിൽ ഗോ ടു ദാറ്റ്. നോക്കൂ, വെൻ ദർ ഇസ് ടെക്നോളജി ചേഞ്ചസ്, അതിപ്പോ ഇത് മാത്രമല്ല കേട്ടോ, കമ്പ്യൂട്ടർ മാത്രമല്ല, ഇപ്പൊ എല്ലാ നമ്മളെ ട്രാക്ടറിനെതിരെ സമരം ഉണ്ടാകുന്നു കേരളത്തിൽ. ആ ട്രാക്ടറിനെതിരെ വരാൻ കാരണം എന്താ, ഈ ട്രാക്ടർ വരുന്നതിന് മുന്നേ കർഷക തൊഴിലാളികളാണെന്ത് വർക്ക് ചെയ്തത്. നമുക്ക് കളി വെക്കാൻ വേണമെങ്കിൽ അവരെ ചെയ്തല്ലോ. പക്ഷെ ആക്ച്വലി നോക്കുമ്പോ അതിന്റെ റിയൽ കണ്ടന്റ് നോക്കുമ്പോ എന്താ, അതിലൊരു ലോജിക് ഉണ്ട്. കാരണം ഈ പറഞ്ഞ ഈ ട്രാക്ടേഴ്സ് വരുന്നതിന് മുന്നേ ലേബറേഴ്സ് ഉണ്ടായിരുന്നു, ആൻഡ് ദേ വർ വർക്കിംഗ്, അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ട്രാക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ, അവർക്ക് ഉള്ള ഒരു ജോബ് സിനാരിയോ ഇല്ല, അല്ലെ അവർക്കുള്ള ജോലി നഷ്ടപ്പെടുകയാണ്. കാരണം നേരത്തെ 2 പേര് കളച്ചാണ്, ഒരു ദിവസം ഫുൾ കളച്ചിട്ടാണ് ശരിയാക്കുന്നത്. അതായത് ഇപ്പോൾ എന്താ, ട്രാക്ടർ വന്നു 1 മണിക്കൂർ കൊണ്ട് പണി എഴുതി പോകുന്നു. സോ ടൈം കൺസ്യൂമിംഗ് ആണ്, നമുക്ക് കോസ്റ്റ് കുറവാണ്. പക്ഷെ നേരെ പക്ഷെ എന്താ, ലേബറേഴ്സും ജോലി നഷ്ടമാണ്. അവർ മറ്റൊരു ജോലിക്ക് എന്ത് വേണ്ടി വരും, പോവേണ്ടി വരുന്നു. സോ ദാറ്റ് ഈസ് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ്. ആൻഡ് നെക്സ്റ്റ് ഈസ് vulnerable employment. Vulnerable employment. So, vulnerable employment is actually, നോക്കുവാണെങ്കിൽ, it is mainly seen in informal jobs or contractless work. ഇപ്പൊ നമ്മുടെ ആൾക്കാർ ജോലി ചെയ്യുമ്പോൾ there are different types of ജോണേഴ്സ് ഉണ്ട്. ഇപ്പൊ സ്ഥിര നിയമനമുള്ള ആൾക്കാരുണ്ട്, ഇപ്പൊ PSC വഴി കയറുന്ന ആൾക്കാർ, അവരൊക്കെ എന്താണ്, ഈ പറഞ്ഞ റെഗുലർ ജോബാണ്, റെഗുലർ സാലറി ഉണ്ട്, ഈ പറഞ്ഞ എല്ലാ ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ്. നേരെ മറിച്ച് there are some employees which are contract employees. അത് ഓരോ വർഷവും പുതുക്കപ്പെടുന്ന, ഓരോ വർഷവും പുതുക്കാൻ കഴിയുന്ന കോൺട്രാക്ട് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ വർക്ക് ചെയ്യാറുണ്ട്, ഇയർലി കോൺട്രാക്ട് ബേസിസിൽ. ആൻഡ് യു ക്യാൻ സി, ഈ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താ, മറ്റ് സാധാരണ റെഗുലർ എംപ്ലോയിക്ക് കൊടുക്കുന്ന പോലുള്ള ബെനിഫിറ്റ് ഒരു കോൺട്രാക്ട് എംപ്ലോയിക്ക് കൊടുക്കേണ്ടത് ആവശ്യമില്ല. അയാൾക്കുള്ള ലീവ് ആയാലും, അയാൾക്കുള്ള മറ്റുള്ള ആനുകൂല്യമായാലും, അലവൻസുകളായാലും, ഇതൊക്കെ ഡിഫറെന്റ് ആണ്. സോ ഇഫ് യു ആർ ഗിവിംഗ്, ഇഫ് യു ആർ പ്രൊമോട്ടിംഗ് മോർ കോൺട്രാക്ട് എംപ്ലോയീസ്, സർക്കാരിന് ഒരു രീതിയിൽ നിന്നോ ധാരാളം പൈസ ലാഭിക്കാം. സോ നമ്മുടെ ഫ്രീലാൻസ് ജോബുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാർട്ട് ടൈം ജോബുകൾ, ഇതൊക്കെ എന്താണ്, ഇറ്റ് ഈസ് ആക്ച്വലി ഒരു കോൺട്രാക്ട് വെച്ചായിരിക്കാം. അതല്ലാതെ there are some jobs like ഞാൻ ഈ പറഞ്ഞ ഇൻഫോർമൽ ജോബ്സ് ഉണ്ട്, there is no contract, സർക്കാരുമായിട്ട് കോൺട്രാക്ട് കാണത്തില്ല. there will not be any contracts between the employee and employer. എംപ്ലോയറുമായിട്ടും എംപ്ലോയിയുമായിട്ടും കോൺട്രാക്ട് കാണത്തില്ല, ഒരു എഗ്രിമെന്റ് കാണത്തില്ല. there will not be any legal agreement. അതുകൊണ്ട് എന്താണ്, since there is a lack of legal agreement, the employees will be exploited. അവരെ എന്ത് ചെയ്യും, ചൂഷണം ചെയ്യും. അതേപോലെ the employer can remove, employer can fire the employee at any time. നമ്മുടെ മുതലാളിക്ക് അല്ലെങ്കിൽ എംപ്ലോയറിന് എപ്പോ വേണേലും വിത്തൗട്ട് എനി നോട്ടീസ്, ഒരു നോട്ടീസും ഇല്ലാതെ നാളെ വരണമെന്ന് പറഞ്ഞാൽ വരണ്ട. സോ വിത്തൗട്ട് എനി നോട്ടീസ് എന്ത് ചെയ്യാം, ഒരു എംപ്ലോയറിന് അയാളുടെ തൊഴിലാളിയെ പിരിച്ചുവിടാം. അങ്ങനെയുള്ള ജോലികളുണ്ട്. ഇപ്പൊ പ്രൈവറ്റ് മേഖലയിലും സർക്കാർ മേഖലയിലും വി ക്യാൻ സീ ദർ ആർ സം ജോബ്സ്. ഇപ്പൊ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ ക്ലീനിങ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ അല്ലാതെ സ്റ്റാഫുകൾ, കോൺട്രാക്ട് കാണത്തില്ല, അവരോടൊരു കരാറൊന്നും കാണത്തില്ല. കരാർ നിയമനമായിരിക്കത്തില്ല. എന്താണ് പ്രത്യേകത, സർക്കാർ പറഞ്ഞ വരണ്ട, നാളെ നിങ്ങൾ വരണ്ട. സോ ഇറ്റ് ഈസ് ഈസി ടു ഫയർ ദം. അവരെ എളുപ്പം എന്ത് ചെയ്യാം, ലേ ഓഫ് ചെയ്യാൻ പറ്റും, പിരിച്ചുവിടാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് ഈ പറഞ്ഞ റെഗുലർ എംപ്ലോയി ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺട്രാക്ട് എംപ്ലോയി ആണെങ്കിൽ പിരിച്ചുവിടുന്നതിന് വേണ്ടി നോട്ടീസ് വേണം. അതുപോലെ റെഗുലർ എംപ്ലോയി ആണെങ്കിൽ കുറച്ചുകൂടെ എഫേർട്ട് ആവശ്യമുണ്ട് in order to lay off them. And you can see this vulnerable unemployment, it often leads to unrecorded employment ആണ്. ഇന്നൊരാൾ ജോലി ചെയ്യുന്നതായിട്ട് എന്താ അറിയാൻ പറ്റത്തില്ല, ഇന്നൊരാൾ ജോലി ചെയ്യുന്നതായിട്ട് അറിയുന്നില്ല. കാരണം there is no legal agreement or legal ആയിട്ടുള്ളൊരു നോമും ഇല്ല. And you can see these people are more informally employed ആയിരിക്കും, and they will not be having a voice through trade unions or organizations. കാരണം എന്താ, ട്രേഡ് യൂണിയൻസ് ഒക്കെ പറയുമ്പോൾ കോൺട്രാക്ടുകളുണ്ട്.
കരാർ തൊഴിലാളികൾക്കുണ്ട്, അതുപോലെ റെഗുലർ എംപ്ലോയീസിനൊക്കെ കാണും, ട്രേഡ് യൂണിയൻസും അല്ലെങ്കിൽ സംഘടനകളാണ്. എന്നാൽ ഇവരെന്ന് പറയുമ്പോൾ എന്താ, ഇൻഫോർമൽ ജോബ് ആണ്, ഫ്രീലാൻസ് ആണ്, പാർട്ട് ടൈം ആണ്. അതുകൊണ്ട് തന്നെ ദേ വിൽ നോട്ട് ബി ഹാവിങ് എനി എന്താ ഒരു സപ്പോർട്ട് കാണത്തില്ല. ഒരു ഈ പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസിന്റെയോ സപ്പോർട്ടൊന്നും ഇവർക്ക് കാണുന്നില്ല. സോ ആസ് പെർ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO, അതാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, vulnerable employment is more often characterized by inadequate earnings, low productivity, and difficult conditions of work that undermine workers' fundamental rights. അത് നേരത്തെ പറഞ്ഞ എക്സ്പ്ലോയിറ്റേഷന് ധാരാളം പോസിബിലിറ്റി ഉള്ള ഒരു മേഖലയോടാണ് എന്ത് വൾണറബിൾ എംപ്ലോയ്മെന്റ്. സോ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, കരാർരഹിത തൊഴിലാളികൾ എന്ന് പറയാം. Then there is underemployment. Underemployment. ഈ അണ്ടർഎംപ്ലോയ്മെന്റും അതേപോലെ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അണ്ടർഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് നല്ല സ്കില്ലുണ്ട്, അതുപോലെ അയാൾക്ക് നല്ല നോളജ് ഉണ്ട്, പക്ഷെ എന്താ, ഹിസ് സ്കിൽ ഓർ ഹിസ് നോളജ് ഓർ ഹിസ് എഫോർട്ട് ഈസ് നോട്ട് യൂട്ടിലൈസ്ഡ്. അതാണ് എന്ത് അണ്ടർഎംപ്ലോയ്മെന്റ്. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി ഗ്രാജുവേറ്റ് ആണ് ആൻഡ് ഹീസ് വർക്കിംഗ് ആസ് എൻ LGS, ഒരു ലാസ്റ്റ് സമയത്ത് വർക്ക് ചെയ്യുന്നു. നടക്കുന്ന കാര്യമാണ്, നമ്മുടെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. സോ ഒരു വ്യക്തി ഈ പറഞ്ഞ ഗ്രാജുവേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ PG പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ PhD എടുത്ത ആളായിരിക്കും. പക്ഷെ എന്താ, ഹീസ് വർക്കിംഗ് ഇൻ എ ജോബ് വിച്ച് റിക്വയർസ് ലെസ് സ്കിൽ. അത്രയും സ്കില്ല് വേണ്ടതല്ല, അത്രയും സ്കിൽ ആവശ്യമില്ലാത്ത, ലെസ് സ്കില്ല് ഡിമാൻഡ് ചെയ്യുന്ന ജോലി എന്ത് ചെയ്യുന്നു, അയാൾ ചെയ്യുന്നു. അതാണ് എന്ത് അണ്ടർ എംപ്ലോയ്മെന്റ്. മനസ്സിലായോ? എ പേഴ്സൺ ഈസ് വർക്കിംഗ് ഇൻ എ ഫേം, a person is working in a firm and he can see the firm is utilizing less skill of the person and he will be working in a low post. ഒന്ന് ഫേം എന്ത് ചെയ്യുന്നില്ല, ഈ പേഴ്സന്റെ സ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല, അതേപോലെ ഇയാള് വർക്ക് ചെയ്യുന്നത് ഒരു താഴ്ന്ന പോസ്റ്റിലും ആയിരിക്കും. Then there is educated unemployment. Educated persons, if they fail to find a job of his qualification, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ, അയാളുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച്, അയാളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ജോലി കിട്ടുന്നില്ല എങ്കിൽ, ജോലി സമ്പാദിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ദാറ്റ് ഈസ് കോൾഡ് ആസ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ്. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതും സിമിലർ ആണ്. സിമിലർ പറഞ്ഞത് എന്താ, എഡ്യൂക്കേഷൻ ബേസ് ചെയ്ത് പറയാം. എഡ്യൂക്കേഷൻ ബേസ് ചെയ്ത് അയാൾക്ക് ജോലി കിട്ടുന്നില്ല. സപ്പോസ് ഒരു എഞ്ചിനീയർ വർക്കിംഗ് ആസ് സെക്രട്ടറി അസിസ്റ്റന്റ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ വർക്കിംഗ് ആസ് ആൻ LD ക്ലർക്ക്, അതെന്താണ്, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. അയാളുടെ എഡ്യൂക്കേഷൻ എന്താണ്, മേ ബി ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹൈ ഡിഗ്രി ആയിരിക്കും. പക്ഷെ വർക്ക് ചെയ്യുന്നത് എന്താ, ഈ പറഞ്ഞ അയാളുടെ എഡ്യൂക്കേഷൻ ചേർന്ന ജോലി ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ആ എഡ്യൂക്കേഷനേക്കാൾ താഴെയുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള ലെവലിലുള്ള ജോലി ആയിരിക്കും ചെയ്യുന്നത്. ആണ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ്. Then there is voluntary unemployment. So voluntary unemployment എന്ന് പറയുമ്പോൾ ജോലി ഉണ്ട്, പക്ഷെ ചില ആളുകൾ they don't want to go to a job, they don't want to work, they don't seek to work. അവർ ജോലി സീക്ക് ചെയ്യത്തുമില്ല, അതുപോലെ എന്താണ്, അവര് ജോലി ചെയ്യാൻ വില്ലിങ്ങും അല്ല. they want to remain idle. അതാണ് എന്ത് വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ. So these are the people who are not willing to work and who are not available to work. ജോലി ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ആക്ച്വലി വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നെങ്കിലും ദീസ് പീപ്പിൾ ആർ നോട്ട് ഇൻ ലേബർ ഫോഴ്സ്. ഇവരെന്താണ്, ലേബർ ഫോഴ്സിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. Now we can see the causes of unemployment in India. India, പറഞ്ഞോളൂ. ഒരു സംശയമുള്ളത്, ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ഈ പറയുന്ന വേരിയസ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റില് ഇന്ത്യയിൽ ഏതായിട്ടും കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ആണെന്ന് പറയാൻ പറ്റുമോ സാറേ? അങ്ങനെ പറയാൻ പറ്റില്ല സാറേ,
അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ല, അങ്ങനെ ഒരു ഡേറ്റ ഇല്ല, അങ്ങനെ ഒരു ഡേറ്റ അവൈലബിൾ അല്ല. ഇന്ത്യയിൽ ഏതൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, അതല്ലാതെ ഏതാണ് കൂടുതൽ അങ്ങനെ ഒരു ട്രെൻഡ് ഞാൻ ഇവിടെ കണ്ടില്ല. ഏതാണ് കൂടുതൽ, ഏതാണ് കുറവ്, ഇതെല്ലാം ഉണ്ട്. കാരണം ഇതെല്ലാം എക്കണോമിയിൽ പല പല ഏരിയയിൽ കാണാൻ കഴിയും. അതിന്റെ ഒരു കൃത്യമായ ട്രെൻഡ് നമുക്ക് അസസ് ചെയ്യാൻ പാടാണ് ആക്ച്വലി. ഉദാഹരണം പറയുമ്പോൾ കാർഷിക മേഖല ഡെഫിനേഷൻ വായിച്ചപ്പോ ചോദിച്ചു, സ്ട്രക്ചറിന്റെ ഡെഫിനേഷൻ വായിച്ചപ്പോ അങ്ങനെ തോന്നി, അതുകൊണ്ട് അതാണെന്ന് ചോദിച്ചത്. അങ്ങനെ പറയാൻ പറ്റില്ല. ആ ഉദ്ദേശം അങ്ങനെയല്ല സാർ. ഉദ്ദേശം എന്ന് വെച്ചാൽ എന്താ, ഒരു എക്കണോമിക് മിസ്മാച്ച് എന്നല്ലേ പറഞ്ഞുള്ളൂ. അത് ഏറ്റവും കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല. വി കനോട്ട് സേ അതാണ് ഏറ്റവും കൂടുതൽ, അതാണ് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലല്ലോ. കാരണം ഒന്നും ഒരേ ഇതിലല്ല ഡിഫൈൻ ചെയ്യുന്നത്, എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതല്ലേ. ഇപ്പൊ സ്ട്രക്ചറൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ പെർസ്പെക്റ്റീവ് എന്താണ്, ബേസ്ഡ് ഓൺ ദ സ്കിൽ ആൻഡ് ദ ജോബ് റിക്വയർഡ് ആണ്. ഇവിടെയുള്ള സ്കില്ല്, ജോലി, അതിലുള്ള മിസ്മാച്ച്, അതുപോലെ എക്കണോമി ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ്. പക്ഷെ എന്നാൽ സൈക്ലിക്കൽ പറയുന്നത് എന്താ, വേറൊരു പെർസ്പെക്റ്റീവ് ആണ്. സോ ഒന്നും സമമല്ലല്ലോ. ഈ പറഞ്ഞ എല്ലാ ടൈപ്പ് നോക്കുമ്പോൾ ദ റെഫറൻസ് ഫോർ ദിസ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ദ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ എന്താ, ഡിഫറെന്റ് ആണ്. ഒരു സെയിം ക്രൈറ്റീരിയ വെച്ച് ക്ലാസിഫൈ ചെയ്യുകയല്ല. അപ്പൊ നമുക്ക് പറയാം അങ്ങനെ ഒരു ട്രെൻഡ് പറയാന്ന് പറയും. പക്ഷെ ഇതങ്ങനെ അല്ലല്ലോ. ഇപ്പൊ ഫ്രിക്ഷൻ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ വി കനോട്ട് ഡിഫൈൻ, നമുക്ക് ഐഡന്റിഫൈ പറ്റുമോ? ഇപ്പൊ ഞാൻ ജോലി റിസൈൻ ചെയ്തു, അതിന് 2 മാസം കഴിഞ്ഞ് ജോലി ചെയ്യുന്നു. അപ്പൊ ഇതുപോലെ കുറെ പേരുണ്ടാവും. ഇത് മെഷർ ചെയ്യാൻ പാടാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മെഷർ ഫ്രിക്ഷൻ ഓൺ അൺഎംപ്ലോയ്മെന്റ്. അത് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ എന്താ കഴിയില്ല. ഇപ്പൊ നമുക്ക് അതുകൊണ്ട് പറയാൻ പറ്റില്ല ഫ്രിക്ഷൻ എമൗണ്ട് വളരെ കുറവാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇയാളെ പ്രൈവറ്റ് മേഖല വർക്ക് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് മേഖല വർക്ക് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ധാരാളം ആളുകൾ കാണും, അവിടെ നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ഡിസ്ഗേജ്ഡ് അൺഎംപ്ലോയ്മെന്റ്, ഇപ്പൊ കാർഷിക മേഖല എടുക്കുക. കാർഷിക മേഖലയിൽ നോക്കുമ്പോൾ വി കനോട്ട് മെഷർ എത്ര പേരുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നോക്കുമ്പോൾ നമ്മൾ കറക്കുന്നത് എന്താ, ഇവിടെ 10 പേര് വർക്ക് ചെയ്യുമ്പോഴും 20 പേര് വർക്ക് ചെയ്യുമ്പോഴും സെയിം ഔട്ട്പുട്ട് ആണ്. അപ്പൊ നമ്മൾ പറയുകയാണ് എന്ത്, അവിടെ ഒരു അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, കാണുന്നില്ല, ഹിഡനായിട്ടുണ്ട്, തൊഴിലായ്മയുണ്ട് എന്ന് നമ്മൾ പറയാണ്. അവിടെ എന്താണ്, നമ്മൾ കൃത്യമായ മെഷർമെന്റ് എന്താണ്, പോസിബിൾ അല്ല. അതുകൊണ്ട് വി കനോട്ട് സേ ഇതാണ് ഏറ്റവും കൂടുതൽ, മറ്റത് കുറവാണ് എന്നൊരു കമ്പാരിസൺ ഇല്ലെന്നാണ് എന്റെ അറിവ്. ഞാൻ എവിടെയാണ് ഒരു കമ്പാരിസൺ കണ്ടിട്ടുമില്ല, ഈ ഒരു ട്രെൻഡ് വൈസ് കണ്ടില്ല, ഇതാണ് കൂടുതൽ ഇതാണ് കുറവാണെന്ന രീതിയിൽ കണ്ടില്ല. പിന്നെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇപ്പൊ കോവിഡിന് ശേഷം ഒരു ചോദ്യം വരാൻ വേണമെങ്കിൽ, കോവിഡിന് ശേഷം വിച്ച് ഓൾ എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് ക്യാൻ ബി സീൻ ഇൻ എക്കണോമി. കോവിഡിന് ശേഷം അല്ലെങ്കിൽ കോവിഡ് ടൈമിൽ ഏതൊക്കെ തരത്തിലുള്ള അൺഎംപ്ലോയ്മെന്റ് കാണാമായിരുന്നു എന്ന് ചോദിക്കാം. ആ സമയത്ത് നോക്കുകയാണെങ്കിൽ യു മേ സി വി ഹാവ് എക്സ്പീരിയൻസ്ഡ് സീസണൽ അൺഎംപ്ലോയ്മെന്റ് കണ്ടു, സൈക്ലിക്കൽ കണ്ടു, അതുപോലെ ഡിസ്ഗൈസ്ഡ് കണ്ടു, സ്ട്രക്ചറൽ കണ്ടു. അങ്ങനെ ചോദിക്കാൻ വേണമെങ്കിൽ കോവിഡ് സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഏതൊക്കെ അൺഎംപ്ലോയ്മെന്റ് കാണാം, അതായത് കാർഷിക മേഖലയിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് കാണാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എവിടെ കൂടുതലായിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു ഡിഫിനേഷൻ തരും. ഒരു പേഴ്സൺ ഇന്നടത്ത് വർക്ക് ചെയ്യുന്നു, അയാൾ ഇങ്ങനെ സ്വിച്ച് ചെയ്തു, ആൻഡ് ആ ടൈമിൽ ഹീസ് അൺഎംപ്ലോയ്ഡ് ആണ്, ആൻഡ് ക്യാൻ യു സേ വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഹീസ് ഫേസിങ്, ഹീസ് എക്സ്പീരിയൻസിങ് എന്ന് ചോദിക്കാം. സോ ക്വസ്റ്റ്യൻസ് വരുന്ന ആ രീതിയിലായിരിക്കും. സോ ഒന്ന് ഈ പറഞ്ഞ ഒരു മേഖല ഏതൊക്കെ കാണാന്ന് ചോദിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കോവിഡിന് ശേഷം ഏതൊക്കെ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് കണ്ടു, അപ്പൊ നമുക്ക് എന്താ ഡിഫറൻസ് തരും, 1, 2, 3, 4 ഏതൊക്കെ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ വേറെ ചോദിക്കുന്നത് എന്താ, ഈ പറഞ്ഞ ഡെഫിനിഷൻ തന്നിട്ട് അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ഒരു കേസ് സ്റ്റഡി തരും. ഇപ്പൊ പറയാണ് ഒരു പേഴ്സൺ വർക്ക് ചെയ്യുന്നു, അയാൾ സ്വിച്ച് ചെയ്തു, ദെൻ ഹി ഈസ് റിമൈനിങ് അൺഎംപ്ലോയ്ഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ദെൻ വാട്ട് വാസ് ദ അൺഎംപ്ലോയ്മെന്റ് ഈസ് എക്സ്പീരിയൻസിങ്. അല്ലെങ്കിൽ ഒരു വലിയ സ്റ്റോറി തരാം, ഒരാൾ ഇന്നടത്ത് വർക്ക് ചെയ്തു, ഇന്നടത്തേക്ക് പോയി, അയാൾ കാർഷിക മേഖലയിൽ പോയി എന്നൊക്കെ പറഞ്ഞ് വലിയ സ്റ്റോറി തരാം. എന്നിട്ട് പറയാം ഏതൊക്കെ ടൈപ്പ് അൺഎംപ്ലോയ്മെന്റ് ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ ചോദിക്കാം. പിന്നെ പറയുന്നത് എന്താ, ഈ പറഞ്ഞ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഓരോ അൺഎംപ്ലോയ്മെന്റും അതിന്റെ ഡെഫിനിഷനും വെച്ച് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, ആ ഒരു രീതിയിൽ ആ ചോദ്യം വരുന്നില്ല. സാർ മനസ്സിലായി സാറ്? അതെ സാർ, മനസ്സിലായി സാർ. So next we can see the cause of unemployment in India. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഉണ്ടാവാൻ കാരണം എന്തൊക്കെയാണ്? What were the different causes that led to unemployment in India? The first main cause is the population rate ആണ്. നമ്മുടെ കഴിഞ്ഞ മാർച്ചില് നിങ്ങൾ കണ്ടു കാണും, ഇന്ത്യ overtook China to become the വേൾഡ്സ് പോപ്പുലസ് കൺട്രി. ആൻഡ് ഈ പറഞ്ഞ പോപ്പുലേഷൻ കൂടുമ്പോൾ
there will be more pressure for jobs. കാരണം നിലവിൽ എന്താ ജോബ് കുറവാണ്, പ്രശ്നം കൂടുന്നതനുസരിച്ച് there will be more demand for jobs. ആൻഡ് എന്താ ഒരു മിസ്മാച്ച് ഉണ്ടാവും, ഡിമാൻഡ് സപ്ലൈ മിസ്മാച്ച് ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് സം പീപ്പിൾ വിൽ റിമെയിൻ അൺഎംപ്ലോയ്ഡ് എന്ന് കാണാം. അതുപോലെ തന്നെ in the recent time we are on the way of automation and technology adoption, അല്ലേ? ഇപ്പൊ കഴിഞ്ഞ വർഷമായിട്ട് നമുക്ക് കാണുമ്പോൾ പണ്ട് മഷി ചെയ്ത പല പ്രവർത്തനങ്ങളും മെഷീൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് there is a loss of jobs, അല്ലേ? ഇപ്പം എടുത്തു നോക്കിയാൽ മതി പല ജോലികളും. ഇപ്പം ഉദാഹരണം പറയുമ്പോൾ ഒരു നല്ല കാര്യം പറയാം. നമ്മൾ അന്ന് പറഞ്ഞില്ലേ ബെൻഡിക്കൂട്ട് എന്ന് പറഞ്ഞിട്ട റോബോട്ട്, ബെൻഡിക്കൂട്ട് ഇറ്റ്സ് എ റോബോട്ട് ടു ക്ലീൻ ദ മാൻഹോൾ. നമ്മുടെ മാൻഹോൾ ക്ലീനിങ് വന്ന റോബോട്ടാണ്, നല്ല കാര്യമാണ്. പക്ഷെ നോക്കുമ്പോൾ ഈ പറഞ്ഞ ബെൻഡിക്കൂട്ട് വരുമ്പോ മാനുവൽ ലേബേഴ്സിന്റെ, മാനുവൽ സ്കാവഞ്ചേഴ്സിന്റെ അവരെ ഡിമാൻഡ് ഇല്ല, അവർക്ക് ആവശ്യമില്ല. ഇതൊരു പോസിറ്റീവ് ആയിട്ട് പറയാം. ഒരു വേറെ നെഗറ്റീവ് കണോട്ടേഷൻ പറയുമ്പോൾ, ഒരു നെഗറ്റീവ് കണോട്ടേഷൻ പറയുകയാണെങ്കിൽ ഇപ്പോ ഓഫീസിലുള്ള രേഖകൾ എഴുതുന്ന ആൾക്കാർ, ഇപ്പൊ നേരത്തെ നോക്കുകയാണെങ്കിൽ എന്താ എല്ലാം എഴുതണമായിരുന്നു, ഇപ്പൊ അതൊന്നും വേണ്ട, ടൈപ്പ് ചെയ്താൽ മതി. മോസ്റ്റ് ഈ പറഞ്ഞ ഡേറ്റാസ് ആയാലും അല്ലെങ്കിൽ നോട്ടൊക്കെ ആയാലും അല്ലെങ്കിൽ ടെക്സ്റ്റ് ഒക്കെ ആയാലും പണ്ട് പറയുകയാണെങ്കിൽ എല്ലാവരും പ്രിന്റഡ് കോപ്പിയാണ് വാങ്ങുന്നത്. ഇപ്പൊ എന്താണ് PDF വാങ്ങുന്നു. ഇപ്പൊ പ്രിന്റിങ് ഡിമാൻഡ് വരുന്നില്ല, അപ്പൊ അതിന്റെ ജോബ്ലെസ് ഉണ്ടാവും. നോക്കുകയാണെങ്കിൽ പണ്ടായി നമ്മുടെ സിവിൽ സർവീസിന് പറയുന്നതാണ് 2010 മുന്നേ, 2014 മുന്നേ പറയാം. അന്നൊക്കെ വെച്ചാൽ ഈ UPSCയുടെ കണ്ടന്റ്സ് വളരെ കുറവാണ്, നമ്മുടെ കേരളത്തിലൊക്കെ വളരെ കുറവാണ് കിട്ടുന്നത്. വെബ്സൈറ്റ്സും അത്ര ഓപ്പൺ ആയിട്ടില്ല, വലിയ രീതിയിൽ വെബ്സൈറ്റ്സ് ഒന്നും ഇല്ല. അപ്പൊ പലപ്പോഴും ഉണ്ടാകുന്ന വെച്ചാൽ ഈ ഡൽഹിയിലൊക്കെ ഇന്റർവ്യൂ പോകുന്ന ആൾക്കാരുടെ പൈസ കൊടുത്തു വിടും, അവർ വാങ്ങിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്തു. ഈ പറഞ്ഞ അവിടെ ഈ പ്രിന്റ് കോപ്പി കിട്ടും. ആ കോപ്പി എന്താ ഇങ്ങോട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഇതിനെ ബുക്ക് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കോപ്പികളൊക്കെ ബുക്ക് ചെയ്യാം. അത് ഓൺലൈനായിട്ടൊക്കെ അത്ര ഇല്ലെങ്കിൽ പോലും ഈ കത്തൊക്കെ അയച്ച് ബുക്ക് ചെയ്തെടുക്കുമായിരുന്നു. നമ്മൾ അതിനുശേഷം നോക്കുമ്പോൾ ഈ പ്രിന്റിങ്ങിന് ഡിമാൻഡേ വരുന്നില്ല, ഓൺലൈനായിട്ട് PDF കിട്ടുകയാണ്. സോ പലരും എന്താ ബുക്ക് വായിച്ചിരുന്നവർ, ഹാർഡ് കോപ്പി വായിച്ച ആൾക്കാർക്ക് ഈ സോഫ്റ്റ് കോപ്പിയിലേക്ക് മാറി, പ്രിന്റഡ് കോപ്പി വേണ്ട. അതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ദേ വിൽ ബി റീഡിങ് ദ സോഫ്റ്റ് കോപ്പി. സോ അപ്പൊ എന്താ പ്രത്യേകത? ഒരു ചെറിയ കാര്യമാണിത്. നേരത്തെ എന്ന് പറയുമ്പോൾ എന്താ ഒരു ഫോട്ടോകോപ്പി കടയിൽ ആൾക്കാർക്ക് വേണ്ട ബുക്കുകളൊക്കെ പ്രിന്റ് ചെയ്യണമായിരുന്നു, അപ്പൊ അവിടെ തൊഴിലാളി ആവശ്യം വരുന്നു. എന്നാൽ ഇപ്പൊ എന്താ പ്രിന്റിന്റെ ആവശ്യം വരുന്നില്ല, ആൾക്കാരെല്ലാം ഓൺലൈൻ പഠിക്കുകയാണ്, ഓൺലൈൻ നോക്കുകയാണ്. അപ്പൊ അവരെന്താ ഡിമാൻഡ് അവിടെ കുറയാം. സോ മനസ്സിലായോ? അപ്പം ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അവിടെ എന്തുണ്ട്, ഓട്ടോമേഷൻ മൂലം ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട് എല്ലാ ഏരിയയിലും. സോ പോപ്പുലേഷൻ, ദെൻ ടെക്നോളജി അഡോപ്ഷൻ, ഓട്ടോമേഷൻ ഒരു ചലഞ്ചാണ്, ഒരു കോഴ്സാണ്. അതേപോലെ തന്നെ ദ സ്ട്രോങ് റിലീജിയസ് നോംസ്, സ്ട്രോങ് സോഷ്യൽ നോംസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ പ്രിവെയിലിംഗ് ഇൻ ദ കൺട്രി, സ്റ്റിൽ പ്രിവെയിലിംഗ് ഇൻ ദ കൺട്രി എന്ന് പറയണം. ഇപ്പൊ നോക്കുമ്പോൾ പണ്ട് കാലത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിന് സമൂഹത്തിൽ ഒരു പോസിറ്റീവ് രീതിയിൽ കണ്ടിരുന്നില്ല. ആ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മറ്റേ ഭൂമുഖവാതുക്കൾ, സ്നേഹം തുളുമ്പുന്ന കുഞ്ഞുങ്ങളാവണം ഭാര്യ, ഇല്ലേ? കണ്ണിലെണ്ണ വെച്ച് കാത്തിരിക്കുന്ന ഭാര്യ, അതൊക്കെയാണ് നമ്മുടെ ഒരു സ്ത്രീ സങ്കല്പം. ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ അതുകൊണ്ട് തന്നെ എന്താ വളരെ കുറവായിരുന്നു. അതില് മെജോറിറ്റി വുമണും നോക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് മെജോറിറ്റി വുമൺ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ പോലും വർക്ക് ചെയ്യുന്നത് കാർഷിക മേഖലയിലായിരിക്കും, കാർഷിക വൃത്തിയിലായിരിക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ആ നൈറ്റ് ലൈം വർക്ക് ചെയ്യുന്നതൊക്കെ എന്താ ചിന്തിക്കാൻ പറ്റത്തില്ല. രാത്രി കാലത്ത് ഒരു വുമൺ വർക്ക് ചെയ്യാൻ പോകുന്നതൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എന്താണ് ഡൈജസ്റ്റബിൾ ടു സം കമ്മ്യൂണിറ്റി, മൊത്തമായിട്ട് ആളുകൾ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നൈറ്റ് ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം പറഞ്ഞ IT കമ്പനിയൊക്കെ വന്ന ശേഷം നൈറ്റ് ടൈമിലാണ് പല സ്ത്രീകളും വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, ദർ ഈസ് എ സോഷ്യൽ ചേഞ്ച് ഇൻ ദ എക്കണോമി. പക്ഷെ നോക്കുമ്പോൾ ഈ പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള സോഷ്യൽ നോംസ്, ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെ പലപ്പോഴും എന്താണ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കുറയാൻ കാരണമാകുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ പറഞ്ഞ വുമൺ നേരിടുന്ന ഹെൽത്ത് ഇഷ്യൂ. നമ്മുടെ പണ്ടേ കുറെ കാലം മുന്നേ നിങ്ങളൊരു
വിവാദമായിട്ടൊരു ഇതാണ്. ഒരു സിനിമ ആക്ട്രസ്, അത് ഞാൻ പറഞ്ഞ കമന്റ് ആണ്, പിന്നെ വീട്ടില് മീൻ വറക്കുന്നു, ആ മീൻ വറക്കുമ്പോൾ എക്സ്ട്രാ ഒരു മീൻ വറുത്ത് വന്നു കഴിഞ്ഞാൽ അത് ബ്രദറിന് പോകും, പുള്ളിക്കാരി കിട്ടത്തില്ല, ആക്ട്രസിന് കിട്ടത്തില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ട്രോൾ ചെയ്തു, കുറെ പേര് ട്രോൾ ചെയ്യുന്നു, കുറെ പേര് കളിയാക്കുന്നു. പക്ഷെ ആക്ച്വലി നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് തന്നെയല്ലേ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. നമ്മുടെ കേരളത്തില് സ്ത്രീകൾക്ക് മേലെ റെസ്ട്രിക്ഷൻ വളരെ കൂടുതലായി, ഇപ്പൊ കുറവാണെന്നേ ഉള്ളൂ കമ്പയർ ടു മെൻ. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, എനിക്ക് അതിന്റെ പ്രിവിലേജ് കിട്ടിയ ആളാണ് ഞാൻ. സോ കമ്പയർ ടു മെൻ, സ്ത്രീകൾക്ക് മേലെയുള്ള ഒരു റെസ്ട്രിക്ഷൻ വളരെ കൂടുതലാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പൊ ട്രീറ്റ് ചെയ്ത് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും പലപ്പോഴും എന്താ വുമൺ മേ ഫേസ് ഇഷ്യൂസ്. ഇപ്പൊ കേരളത്തിൽ കുറവാണ്, ഇപ്പൊ കേരളം ഒരു കമ്പനി ഇല്ല, നമ്മൾ പറയുമല്ലോ കേരളം മാറി വരുന്നുണ്ട്, എന്നാൽ പണ്ടത്തെ കേരളത്തിന് ആയിരുന്നില്ല. അതുപോലെ തന്നെ മുന്നത്തെ ആയാലും നോക്കുമ്പോൾ ഇഫ് യു ആർ മൂവിങ് ടു നോർത്ത് പാർട്ട് ഓഫ് ഇന്ത്യ, അവിടെ അങ്ങനെയല്ല. അവിടെ ഈ പറഞ്ഞ ഹെൽത്ത് ചലഞ്ചാണ്. സ്ത്രീകൾക്ക് ഭക്ഷണം കിട്ടാതിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പണ്ടുണ്ടല്ലോ ഭർത്താവ് കഴിച്ച ശേഷം മാത്രമേ ഭാര്യ കഴിക്കാവൂ എന്നൊക്കെ കുറെ ചിന്ത ഉണ്ടായിരുന്നു. ഭർത്താവ് കഴിച്ചിട്ട് അതിന്റെ പങ്കാണ് ഭാര്യ കഴിക്കേണ്ടത്. പണ്ടിപ്പം നമ്മൾ പറയുമ്പോഴെല്ലാം അങ്ങനെ പറയുന്നത്, അമ്മ എന്ന് പറഞ്ഞാൽ ത്യാഗിയാണ്, അമ്മ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒന്നും ആവശ്യമില്ല. അമ്മ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയാണ്, അമ്മ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണ്, എന്നാൽ പരിഗണന മതി. അതല്ലാതെ ഓവറായിട്ട് ഈ പറഞ്ഞ എന്താ പറഞ്ഞേ ഗ്ലോറിഫൈ ചെയ്തിട്ട്, ആക്ച്വലി ഗ്ലോറിഫൈ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ബിംബവൽക്കരിക്കാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല അവരെ താഴ്ത്തിടാൻ വേണ്ടിയാണ്. നിങ്ങളെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ത്യാഗം നിങ്ങൾ അനുഭവിക്കുക, അതാണ് ആറ്റിറ്റ്യൂഡ്. പക്ഷെ അങ്ങനെ പറയാനല്ലേ പറ്റത്തുള്ളൂ. ഇപ്പൊ എന്താ വീട്ടിലെല്ലാരും കഴിച്ചിട്ട് മാത്രമേ അമ്മ കഴിക്കാവൂ എന്ന് പറയുമ്പോൾ അമ്മയെ മഹത്വവൽക്കരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? സോ ദാറ്റ് പറയാണ് നിങ്ങൾ സഫർ ചെയ്തോളൂ, കുഴപ്പമില്ല, നിങ്ങൾ കിടിലമാണ് എന്നൊക്കെ പറയാ. ആക്ച്വലി പറഞ്ഞു വെച്ചാൽ ഇതെല്ലാം മൂലം ഹെൽത്ത് ഓഫ് ദി വുമൺ ഇമ്പാക്ട് ആയിട്ടുണ്ട്, ആളുകളുടെ ആരോഗ്യം ഇമ്പാക്ട് ആയിട്ടുണ്ട്. സോ വെൻ എ പേഴ്സൺ ഈസ് നോട്ട് ഹാവിംഗ് പ്രോപ്പർ ഹെൽത്ത്, ഓർ വെൻ എ പേഴ്സൺ ഈസ് നോട്ട് എന്താണ് നല്ല ആരോഗ്യം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് എ പേഴ്സൺ ഈസ് ഹാവിംഗ് ഇൽ ഹെൽത്ത്, ഹി കനോട്ട് കോൺട്രിബ്യൂട്ട് മോർ ടു ദ ജോബ്. ജോലി ചെയ്യുന്നിടത്ത് നല്ലൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയണമെന്നല്ല. ഫിസിക്കൽ ലേബർ ആയാലും മെന്റൽ ലേബർ ആയാലും, ആ മെന്റൽ ലേബറും ഫിസിക്കൽ ലേബറും നല്ലതായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ യു ക്യാൻ സി ഹിസ് ഏർണിംഗ് എന്താ പറയാം. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ വിഷ്യസ് സൈക്കിൾ ഓഫ് പോവർട്ടിയിലേക്ക് എന്താ അതിന് പോകാൻ പറ്റും. അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ, അതുകൊണ്ട് ചലഞ്ച് അല്ലേ. ഇപ്പം ചില ജോലികൾ അവർ ചെയ്യുക, ഇപ്പൊ നീ പറഞ്ഞ വണ്ണ സിസ്റ്റം തന്നെ എന്താ, വണ്ണ സിസ്റ്റം തന്നെ കൊണ്ടുവന്നേക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ചില ആളുകൾ ഇന്ന ജോലി ചെയ്യുക, ചില ആളുകൾ ഇന്ന ജോലി ചെയ്യുക. സ്വത ജനിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ ജനിച്ചു ഇന്ന ജാതി ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന ജോലി ചെയ്യുക, അതെനിക്ക് തന്നേക്കുകയാണ്. സോ ചില നല്ല ജോലികൾ നല്ല ആൾക്കാർ ചെയ്യുക. അപ്പം അതിന്റെ ഡിസ്ക്രിമിനേഷൻ ആണ്. അതൊക്കെ എന്താണ് ഈ തൊഴിലില്ലായ്മയ്ക്ക് കാണാവുന്നുണ്ട്. ആണ് എഡ്യൂക്കേഷനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിസ്ക്രിമിനേഷൻ പലപ്പോഴും ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ആൾസോ യു ക്യാൻ സി ദ അതർ ചലഞ്ച് ഈസ് ദ കറന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മുടെ നിലവിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് നമ്മൾ കൂടുതൽ എന്താ മാർക്ക് ബേസ്ഡ് ആണ്. കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുക, കുട്ടികൾ പരീക്ഷ എഴുതണം, പരീക്ഷയ്ക്ക് എന്ത് ചെയ്യണം, മാർക്ക് കൂടുതൽ കിട്ടണം. സോ ഇഫ് യു ആർ ടോപ്പർ ദെൻ യു ആർ പെർഫെക്റ്റ്. നേരെ മറിച്ച് നമ്മൾ പലപ്പോഴും സ്കിൽ ഇമ്പാർട്ട് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. കുട്ടികളിൽ സ്കിൽ ഇമ്പാർട്ട് ചെയ്യാൻ മറന്നു. ഇപ്പൊ നമ്മുടെ വൊക്കേഷണൽ എഡ്യൂക്കേഷനിൽ മാത്രമാണ് എന്ത് ഒരു സ്കില്ലിലൂടെ പഠിപ്പിക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് നോർമൽ ആയിട്ടുള്ള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് നോക്കുമ്പോൾ പിള്ളേർ കുറെ പഠിക്കുന്നു, അതൊരു ആപ്ലിക്കേഷൻ ലെവലോ അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താണ് ഒരു സ്കില്ലിംഗ് ഒന്നും നടക്കുന്നില്ല. ഇപ്പൊ സെയിം ആസ് ദ കേസ് ഓഫ് ഗ്രാജുവേഷൻ ആയാലും ഇൻഡസ്ട്രിയിൽ എന്താണ് ഡിമാൻഡ്, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ ഏതൊക്കെ ജോലിയുണ്ട്, അവിടെയുള്ള വ്യവസായങ്ങൾ എന്തൊക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ആ വ്യവസായങ്ങൾക്ക് എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയീസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാറുന്നില്ല. ഇഫ് യു ആർ സീയിങ് ജർമ്മനിയൊക്കെ എടുക്കുമ്പോൾ ജർമ്മനിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവിടെയുള്ള വ്യവസായങ്ങളുമായിട്ട് എന്ത് ചെയ്യാണ്, ലിങ്ക് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം ഈ പറഞ്ഞ സ്കൂളുകളായാലും കോളേജുകളായാലും ദേ ആർ ഹാവിങ് എ ലിങ്കേജ് വിത്ത് ഇൻഡസ്ട്രീസ്. അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രീസിന് വേണ്ട ഡിമാൻഡ് എന്താണോ, ആ ഇൻഡസ്ട്രീസിന് വേണ്ട എംപ്ലോയീസ് ആരൊക്കെയാണോ,
അവരെ പ്രൊവൈഡ് ചെയ്യാനാണ് ആര് നോക്കുന്നത്? ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുന്നത്. സോ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ജർമ്മനി ആർ ആക്ച്വലി സപ്ലയേഴ്സ് ഓഫ് എംപ്ലോയീസ് ടു എ കമ്പനി. ഒരു കമ്പനിയിലേക്കുള്ള തൊഴിലാളികൾ സപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു? അവരെ വാർത്തെടുക്കും, അവരെ സ്കില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എനിക്കറിയാവുന്ന പലരുമുണ്ട്, അവരെ ബിടെക്കുകാരാണ്. ആ ബിടെക് കഴിഞ്ഞിട്ട് അവരുടെ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ സിവിൽ ആയിരിക്കും. ബട്ട് ദേ ആർ ഗോയിങ് ടു ദേ ആർ ഗോയിങ് ഫോർ ആൻ IT ജോബ്. IT ജോബിന് പോവാണ്. അവർ പഠിച്ചതും ചെയ്യുന്നതും തമ്മിൽ ഒരു ബന്ധമില്ല. ആ IT ജോബിന് പോയ ശേഷം യു ക്യാൻ സി ഈ കമ്പനി ഇവരതും ട്രെയിൻ ചെയ്യും. 1 വർഷം 1.5 വർഷം ട്രെയിൻ ചെയ്യുകയാണ്. വിഗ്രസ് ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? എന്തെങ്കിലും ആദ്യം കുറച്ച് ചെറിയ ചെറിയ ജോലി കൊടുക്കുന്നു, പിന്നാണ് ഒരു 5 വർഷം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ഇവരൊന്ന് എക്സ്പീരിയൻസ്ഡ് ആവുന്നത്. ആൻഡ് യു ക്യാൻ സി ഈ ഒരു കമ്പനി ഒരു ഫ്രഷിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ they need to invest so much time to train them. ഓർത്ത് നോക്കൂ, ഒരു ഫ്രഷറിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അത് സെയിം കോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് കോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് സ്ട്രീം ആയിരിക്കും. പക്ഷെ എന്നിട്ടും ആ കമ്പനി എന്ത് ചെയ്യേണ്ടി വരുവാണ്? ഒരു 1.5 വർഷം ട്രെയിൻ ചെയ്യിപ്പിക്കുക. കാരണം ഈ 1.5 year എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അൺപ്രൊഡക്റ്റീവ് ആണ്. കാരണം ഈ പറഞ്ഞ ട്രെയിനി ഓർ ഈ പറഞ്ഞ ഫ്രഷർ എന്ന് പറഞ്ഞാൽ ഹീസ് നോട്ട് കോൺട്രിബ്യൂട്ടിംഗ് ടു എനിത്തിങ്. ഈ കമ്പനിക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അവർ പഠിക്കുക, എന്ത് ചെയ്യണം പഠിക്കുകയാണ്, ജോലി പഠിക്കുന്നേ ഉള്ളൂ, ജോലി ചെയ്യുന്നില്ല. അപ്പൊ അവന് അതിനൊരു ട്രെയിനറിനെ അപ്പോയിന്റ് ചെയ്യണം, അതുപോലെ ഡിഫറെന്റ് വർക്ക് ചെയ്യിപ്പിക്കണം. സോ ഈ ഒരു 1.5 year ഇവരെന്താ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇത്രയും എഫേർട്ട്, ശമ്പളം കൊടുക്കണമല്ലോ, ഇത്രയും പൈസ കമ്പനി മുടക്കണം. ഒരു 5 lakh രൂപ എന്ത് ചെയ്യുവാണ്? ട്രെയിനിങ് മുടക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ഇവർക്ക് പ്രോജക്റ്റ് വരുന്നത്. ആൻഡ് നേരെ മറിച്ച് ഇപ്പോ ജർമ്മനി എടുക്കുകയാണെങ്കിൽ, സിൻസ് ദ education institutions are imparting skills, less effort is to be made by the company to skill them. ഈ പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനം തന്നെ അവരെ സ്കിൽ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് സ്കിൽ ചെയ്യാനോ അല്ല അവരെ ട്രെയിൻ ചെയ്യിക്കാനുള്ള എഫേർട്ട് കുറയും. ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താ എഫേർട്ട് കുറയും. കാരണം എന്താ? അവർ ഓൾറെഡി പഠിച്ചതാണ്, അവർ ഓൾറെഡി അറിയാം അവർക്ക് കാര്യങ്ങൾ, അവർ ഓൾറെഡി ഈ പറഞ്ഞ ഏരിയയിൽ പ്രവർത്തിച്ചാണ്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നോളജ് ആണ്. സോ അതാണ് വ്യത്യാസം. നിലവിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ കരിക്കുലവും, അത് പ്രത്യേകിച്ച് ഗ്രാജുവേഷനിലെ കരിക്കുലവും, അതുപോലെ ഇൻഡസ്ട്രി ഡിമാൻഡും വ്യത്യാസമാണ്. അത് രണ്ടും രണ്ട് രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. ഇൻഡസ്ട്രി ഡിമാൻഡ് ഇങ്ങോട്ട് പോകുന്നു, എഡ്യൂക്കേഷൻ കരിക്കുലം ഇങ്ങോട്ട് പോകുന്നു. സോ വി ആർ ആക്ച്വലി നോട്ട് ദ സപ്ലയേഴ്സ് ഓഫ് എംപ്ലോയീസ് ടു ഇൻഡസ്ട്രീസ് എന്നാണ്. അതുപോലെ ദർ ഈസ് ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ്. ഈ പറഞ്ഞ ഗ്രാജുവേഷനിലായാലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലായാലും യു ക്യാൻ സി കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട് കോഴ്സിൽ നിന്ന്. അതൊരു ചലഞ്ചാണ്. അതുപോലെ അഗ്രികൾച്ചർ എടുക്കുമ്പോൾ യു ക്യാൻ സി ദർ ഈസ് ദ ഇഷ്യൂ ഓഫ് സീസണൽ ഡിമാൻഡ് ഇൻ അഗ്രികൾച്ചർ. കാർഷിക മേഖല ത്രൂ ഔട്ട് ദ ടൈം എന്തില്ല? ജോലിയില്ല. ആൻഡ് നോക്കിയപ്പോൾ നമ്മൾ കണ്ടു, ഇന്ത്യയിലുള്ള മെജോറിറ്റി ഓഫ് ദ എംപ്ലോയീസും വരുന്ന എവിടെ നിന്നാണ്? പ്രൈമറി മേഖലയാണ്, അല്ലെങ്കിൽ കാർഷിക മേഖലയാണ്. സോ ഈ പറഞ്ഞ കാർഷിക മേഖലയിൽ ഒരു ത്രൂ ഔട്ട് ദ ടൈം ജോലി ഇല്ല എങ്കിൽ there will be unemployed persons in the area. അതേപോലെ തന്നെ നമ്മുടെ ഇൻഫോർമൽ സെക്ടറിനെ പറ്റിയുള്ള ഡേറ്റ പലപ്പോഴും നമ്മൾ മെഷർ ചെയ്യുന്നില്ല. അതിനൊരു മാറ്റമാണ് നമ്മൾ ഇപ്പോൾ വന്ന ഈസ്റ്റേൺ പോർട്ടൽ എന്ന് പറഞ്ഞത്. സോ ഹ്യൂജ് വർക്ക് ഫോഴ്സ് ആർ കറന്റ്ലി അസോസിയേറ്റഡ് വിത്ത് ഇൻഫോർമൽ സെക്ടർ. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ എന്താ? ഈ പറഞ്ഞ വർക്ക് ഫോഴ്സിന്റെ ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും അറിയുന്നില്ല. പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ഹെൽപ്പേഴ്സ്, നമ്മുടെ വീട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഹെൽപ്പേഴ്സ് ഉണ്ടല്ലോ, മെയ്ഡ്, ഡൊമസ്റ്റിക് മെയ്ഡ്, അത് അങ്ങനെ മാനുവൽ ലേബർ ചെയ്യുന്ന ആൾക്കാർ, പറഞ്ഞ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്. പലപ്പോഴും ഈ ഡൊമസ്റ്റിക് ഹെൽപ്പേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, ഇവരുടെ ഡേറ്റ് ഒന്നും ഗവൺമെന്റ് അറിയത്തില്ല. ഇവർ എംപ്ലോയിഡ് ആണ്, ഇവർ വർക്ക് ചെയ്യുകയാണ്. പക്ഷെ എന്താ? ദാറ്റ് ഡേറ്റ ഈസ് നോട്ട് ക്യാപ്ചേർഡ്. അത് മാത്രമല്ല, സിൻസ് ദർ ഇസ് നോ ഡേറ്റ ഓഫ് ദീസ് പീപ്പിൾ, ഇവർക്ക് വേണ്ട സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട സോഷ്യൽ പ്രൊട്ടക്ഷൻ ഓർ ഒരു മിനിമം വേജ് എന്ന ക്രൈറ്റീരിയ, അത് പലപ്പോഴും എന്താ പാലിക്കാൻ കഴിയാണ്ട് വരും. ആൻഡ് ആൾസോ ലാക്ക് ഓഫ് ഗോൾസ് ഓഫ് ദ ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള ലോങ് ടേം ഗോൾസ്, അതിന്റെ അഭാവം പറയാം. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ പറയുമ്പോൾ ഇന്ത്യയിലെ ആളുകൾ കുറച്ചുകൂടെ ഫാമിലി ഓറിയന്റഡ് ആണ്, ഫാമിലി മാൻ ആണ്. ഇവിടെ കമ്പയർ ടു വെസ്റ്റേൺ കൺട്രീസ്, ഇന്ത്യയിലെ പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ അനുസരിച്ച് ദ പേഴ്സൺസ്, അതായത് ഹെഡ് ഓഫ് ദ ഫാമിലി
ഈസ് മോർ അറ്റാച്ച്ഡ് ടു ഫാമിലി ആയിരിക്കും. അച്ഛനമ്മയൊക്കെ കുടുംബമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ they are not ready or they are not willing to move to long distance. കാരണം നമ്മളിപ്പോ ജോലി കിട്ടിയാലും മെജോറിറ്റി ആൾക്കാർ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ തന്നെ നോക്കുക, സ്റ്റുഡൻസ് നോക്കുക, പലരും എന്താ ജോലി കഴിഞ്ഞ് വീട്ടിലെത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ഇത്ര ദൂരെയാണെങ്കിൽ പോലും 2 മണിക്കൂർ 3 മണിക്കൂർ യാത്ര ചെയ്ത് വീട്ടിലെത്തുന്നവരാണ്. ബിക്കോസ് ദേ ആർ മോർ അറ്റാച്ച്ഡ് ടു ഫാമിലിയാണ് എല്ലാവരും. കാരണം ഒരു 3 മണിക്കൂർ യാത്ര ചെയ്ത് വീട്ടിലെത്തുക, ഇപ്പൊ രാവിലെ ഇതുപോലെ 3 മണിക്കൂർ. സോ ബിക്കോസ് എന്താ ദർ ഈസ് മോർ അറ്റാച്ച്മെന്റ് ടു ദ ഫാമിലി. അതുകൊണ്ട് തന്നെ പല ദൂരെ യാത്ര ചെയ്യാൻ അല്ലെ ദൂരെ പോയി ജോലി ചെയ്യാനും പല ആളുകളും വിസ്മരിക്കും. ആൻഡ് ദർ ഈസ് ഇമ്മൊബിലിറ്റി ഓഫ് ലേബർ ഡ്യൂ ടു അറ്റാച്ച്മെന്റ് ടു ദ ഫാമിലി എന്ന് കാണാം. അതുപോലെ തന്നെ ദ ഇൻആഡിക്വേറ്റ് ഗ്രോത്ത്, ഇൻആഡിക്വേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ മാനുഫാക്ചറിംഗ് സെക്ടർ, നിർമ്മാണ മേഖലയിലും അതുപോലെ മറ്റൊരു മേഖലയിലുമുള്ള ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറും ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് പറയാം. അതുപോലെ ലാക്ക് ഓഫ് സ്കില്ലിംഗ്. സോ നമ്മുടെ ഇന്ത്യയിലെ കുട്ടികളുടെ സ്കിൽസ് പലപ്പോഴും എന്താ നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് വളരുന്നില്ല. നമ്മുടെ ഇൻഡസ്ട്രി എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അതിനുള്ള ഒരു സപ്ലൈസ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറുന്നില്ല, അതുപോലെ അത്തരമുള്ള സ്കിൽസ് ഉള്ള കുട്ടികളെയും കാണാൻ കഴിയുന്നില്ല. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ കോസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ. ആൻഡ് നൗ ക്യാൻ സീ ദ കോൺസിക്വൻസസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ. തൊഴിലില്ലായ്മയുടെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, ഓർ ഇമ്പാക്ട് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ. What are the various impact of unemployment in India? So the first impact, unemployment poverty closely linked ആണ്. തൊഴിലില്ലായ്മ കൂടുന്നതനുസരിച്ച് ഇൻകം കുറയുന്നു, അവരുടെ കൺസപ്ഷൻ കുറയുന്നു, അവരുടെ ഹെൽത്ത് കുറയുന്നു, അവരുടെ ഫർദർ പ്രൊഡക്ടിവിറ്റി കുറയുന്നു, പിന്നെയും ഇൻകം കുറയുന്നു. ഇതെല്ലാം അങ്ങോട്ട് എത്തിക്കുന്നത് ഇറ്റ് ഫർദർ ലീഡ്സ് ടു ദ സിറ്റുവേഷൻ ഓഫ് പോവർട്ടി. സോ നേരത്തെ പറഞ്ഞാണ് വിഷ്യസ് സൈക്കിൾ ഓഫ് പോവർട്ടി, വിഷ്യസ് സൈക്കിൾ ഓഫ് പോവർട്ടി, വിഷ്യസ് സൈക്കിൾ ഓഫ് പോവർട്ടിയും അതേപോലെ അൺഎംപ്ലോയ്മെന്റും ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. സോ വെൻ ദർ ഈസ് മോർ അൺഎംപ്ലോയ്മെന്റ്, ഒരു കൺട്രിയിൽ തൊഴിലില്ലായ്മ പെരുകയാണെങ്കിൽ ദാരിദ്ര്യം എന്ത് ചെയ്യും, പെരുകും. കാരണം ജോലി ഇല്ലെങ്കിൽ അയാളുടെ വരുമാനം കുറയും. വരുമാനം കുറയുമ്പോൾ അയാളുടെ സ്പെൻഡിങ് ഓൺ എഡ്യൂക്കേഷൻ, സ്പെൻഡിങ് ഓൺ ഹെൽത്ത്, സ്പെൻഡിങ് ഓൺ ഫുഡ് ഒക്കെ കുറയും. അത് കുറയുന്നതനുസരിച്ച് എന്താ അയാളുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് മോശമാവും, അയാൾക്ക് പോവർട്ടി ആവും, അയാൾ പുവർ ആവും. അതുപോലെ ഇയാളുടെ ഫർദർ പ്രൊഡക്ടിവിറ്റിയും കുറയും. കാരണം ആരോഗ്യമില്ല, വിദ്യാഭ്യാസം കുറവാണ്, അതുപോലെ ഫുഡ് ഇൻടേക്ക് കുറവാണ്. സോ ഫർദർ പ്രൊഡക്ടിവിറ്റി കുറയും. സോ അതുകൊണ്ട് എന്താ പിന്നെയും ജോലി ഉണ്ടെങ്കിലും പിന്നെയും ഇൻകം കുറയും പിന്നെയും. സോ എന്തൊരു വിഷ്യസ് സൈക്കിൾ പോലെ പോയിക്കൊണ്ടേ ഇരിക്കും. അതുപോലെ തന്നെ ദ ഇൻസിഡൻസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് മേ ലീഡ് ടു ഇൻക്രീസ്ഡ് ക്രൈംസ് ഇൻ ദ കൺട്രി. ആസ് പെർ വേരിയസ് ഡേറ്റ, നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡേറ്റ നോക്കുമ്പോൾ തൊഴിലില്ലായ്മ ഒരു കാരണമാണെന്ത് നമ്മുടെ എക്കണോമിയിൽ, അതായത് നമ്മുടെ കൺട്രിയിൽ ഈ പറഞ്ഞ ടെൻഷൻസ് ഉണ്ടാവാനായിട്ട്, ക്രൈം ഉണ്ടാകാനായിട്ട് കാരണമാണ്. അപ്പൊ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാം. നമ്മുടെ ജമ്മു കാശ്മീരിൽ ഒരു സമയത്ത് നിങ്ങൾ കേട്ട് കാണും, ജമ്മു കാശ്മീരിലെ യൂത്ത് they were pelting stones on Indian army. ജമ്മു കാശ്മീരിലെ യൂത്ത് ഇന്ത്യൻ ആർമിക്കാരെ കല്ലെറിയുമായിരുന്നു. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ പഠിക്കാനായിട്ടും അല്ലെ ജമ്മു കാശ്മീരിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ട് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിരുന്നു. കാരണം അവിടെ ചേർന്ന പഠനത്തിൽ മനസ്സിലായ ഒരു കാര്യം, the unemployment among the youth is the major reason for this pelting of stones among to the soldiers. ഇന്ത്യൻ സോൾജേഴ്സിനെ ഈ കല്ലെറിയുന്നതിൽ ഒരു കാരണം മാത്രമല്ല, കുറെ കാരണമുണ്ട്. കൾച്ചറൽ റീസൺ ഉണ്ട്, അല്ലാതെ കുറച്ച് ആർമി തരത്തിലുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്, അവരുടെ ട്രീറ്റ്മെന്റ് പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ അല്ലാതെ കുറെ ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് കാണും. അതുകൂടാതെ തന്നെ വൺ ഓഫ് ദി റീസൺ ഫോർ ദിസ് പെൽറ്റിംഗ് ഓഫ് സ്റ്റോൺസ് പറയുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ്, ജോലിയില്ല. ഇപ്പൊ ജോലി ഇല്ലാത്തപ്പോ എന്താ, ചില ആളുകൾ ആന്റി സോഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് അവരോട് പറയും, നിങ്ങൾ കല്ലെറിയുക, 500 തരാം. So just to throw stones on the army, you will get 500 rupees. So since the youth are not employed, ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ
അവരെന്ത് ചെയ്യും? അവർ പറയും ഓക്കെ 500 രൂപ ഞാൻ കല്ലെറിയാം. സോ മനസ്സിലായോ? സോ ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റ് ക്യാൻ ഇൻക്രീസ് ക്രൈംസ് ഇൻ ദ കൺട്രി. They may lead to increased use of alcohol, drug abuse, suicides. നിങ്ങൾക്ക് ഓർമ്മയാണ് കുറെ കാലം മുന്നേ കൊല്ലത്ത് ഒരു 2-3 years ബിഫോർ കൊല്ലത്ത് ഒരു ഉദ്യോഗാർത്ഥി PSC ഉദ്യോഗാർത്ഥിയാണ്. അദ്ദേഹത്തിന് പല ലിസ്റ്റിൽ ഉൾപ്പെട്ടു, പക്ഷെ നിയമനം കിട്ടിയില്ല. ലാസ്റ്റ് ഒരു പോലീസിന്റെ ലിസ്റ്റ് വന്നു, അതില് ഞങ്ങൾക്ക് തൊട്ട് മുന്നേ വരാനായിട്ട് നിയമനം വന്നു. സോ പുള്ളിക്കാരനെ കിട്ടിയില്ല, അത് ആത്മഹത്യ ചെയ്തു. സോ ഈ പറഞ്ഞ ജോലിയില്ലായ്മ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ സോഷ്യൽ ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ സൂയിസൈഡിലേക്കും ഡ്രഗ് അബ്യൂസിലേക്കും ഒക്കെ എന്താ ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോൾ ഇന്ത്യയില് കറന്റ്ലി വി ആർ ഹാവിംഗ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. കേട്ടോ? ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. സോ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് വെച്ചാൽ ഇറ്റ് റെപ്രസെന്റ്സ് ദ പോപ്പുലേഷൻ ഓഫ് ഏജ് ഗ്രൂപ്പ് 15 to 59 or 64. സോ 15 മുതൽ 59 അല്ലെ 64 വരെയുള്ള ഒരു ഏജിലുള്ള പോപ്പുലേഷൻ 15 to 59 or 64. സോ 15 to 16 ഹലോ 15 to 59 ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള പോപ്പുലേഷൻ പറയുന്നതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. പ്രത്യേകത പറയുമ്പോൾ ദീസ് ആർ ദ വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷൻ. നമ്മുടെ എക്കണോമിയിലെ വർക്ക് ചെയ്യുന്ന പോപ്പുലേഷൻ ആണ്. ആൻഡ് ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ ഗ്രോത്ത് ഓഫ് ദ എക്കണോമി. ഒരു കൺട്രിയുടെ ഗ്രോത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ആൻഡ് ദിസ് വർക്കിംഗ് ക്ലാസ് ഈസ് ഏർണിംഗ് ഇൻകം ആൻഡ് ദേ വിൽ ബി സപ്പോർട്ടിംഗ് ദ പോപ്പുലേഷൻ ഓഫ് 0 to 50 and 64 above. അതായത് പ്രായമുള്ള ഓൾഡ് ഏജ് ആളുകളെയും കുട്ടികളെയും സപ്പോർട്ട് ചെയ്യുന്ന പോപ്പുലേഷൻ ആരാ? ഈ വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷൻ ആണ്. ആൻഡ് ഇന്ത്യയുടെ കേസ് നോക്കുമ്പോൾ ഇന്ത്യയില് ഈ പറഞ്ഞ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഇപ്പോൾ ഹൈ ആണ്. സോ കറന്റ്ലി ഇറ്റ് ഈസ് സെഡ് ദാറ്റ് 27% ഓഫ് പോപ്പുലേഷൻ, ഇന്ത്യയിലെ 27% പോപ്പുലേഷൻ, വി ക്യാൻ സീ ഇറ്റ് ഈസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് 15 to 29. സോ 27% ഓഫ് പോപ്പുലേഷനും 15 to 29 ഏജ് ഗ്രൂപ്പിലുള്ളതാണ്. സോ നോക്കൂ, നല്ലൊരു യൂത്ത് നമുക്കുണ്ട്. ആ യൂത്തിനെ നമ്മൾ ഹാർനസ് ചെയ്തില്ലെങ്കിൽ, ആ യൂത്തിനെ നമ്മൾ കൃത്യമായിട്ട് ഹാർനസ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഡെമോഗ്രാഫിക് ഡിസാസ്റ്റർ. ഒരു ഉപയോഗമില്ലാതെ നശിച്ചു പോവാണ്. സോ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ യൂത്തിനെ നമ്മൾ എൻകറേജ് ചെയ്യുക. എൻകറേജ് ഇൻ സെൻസ് അവർക്ക് എംപ്ലോയ്മെന്റ് കൂടുതൽ കൊടുക്കുക, എംപ്ലോയ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക. ജോബ് സീക്കേഴ്സ് എന്ന് മാറിയിട്ട് ജോബ് പ്രൊവൈഡേഴ്സ് ആയിട്ട് മാറുക. സോ 2019 ഒരു സ്പീച്ചില് നമ്മുടെ PM പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, വി നീഡ് ജോബ് ക്രിയേറ്റേഴ്സ് ദാൻ ജോബ് സീക്കേഴ്സ്. ജോബ് സൃഷ്ടിക്കുന്ന ആൾക്കാരുണ്ടാവണം, ജോബ് സീക്കുന്ന ആൾക്കാരല്ല, ജോലി തേടുന്നവരല്ല, മറിച്ച് ജോലി നൽകുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വി ക്യാൻ സീ there is a decrease in the demand because of unemployment. ഒരു കൺട്രിയിൽ അൺഎംപ്ലോയ്മെന്റ് കൂടുമ്പോൾ ഡിമാൻഡ് ഫോർ ഗുഡ്സ് കുറയും. സോ ഡിമാൻഡ് ഫോർ ഗുഡ്സ് കുറയുമ്പോൾ ഗ്രോത്തിനെ എന്ത് ചെയ്യാം? ഇമ്പാക്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷൻ, ഞാൻ പറഞ്ഞല്ലോ 15 to 59 ആണ് വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ. സോ ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റ് കൂടുകയാണെങ്കിൽ വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷന് മേലുള്ള ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ അതിനുമേലുള്ള ഒരു പ്രഷർ കൂടും. സപ്പോസ് ഇത്രയും പേരുണ്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന, വർക്ക് ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. 50 to 50 എന്ന് പറയാൻ എന്താ? ദീസ് ആർ ദ ഏജ് ഗ്രൂപ്പ് ഇൻ വിച്ച് പീപ്പിൾ ആർ ഏബിൾ ടു വർക്ക്. പീപ്പിളിന് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഏജ് ആ പറയുന്നത് 15 to 59. സോ ഈ ഒരു ഏജ് ഗ്രൂപ്പില് ആൾക്കാർ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ, ഇഫ് ദിസ് ഏജ് ഗ്രൂപ്പ് ഈസ് നോട്ട് പെർഫോമിംഗ് ഇൻ ദ എക്കണോമി, ഈസ് നോട്ട് വർക്കിംഗ് ഇൻ ദ എക്കണോമി, മെജോറിറ്റി ആൾക്കാർ അൺഎംപ്ലോയ്ഡ് ആണെങ്കിൽ എന്താ പ്രശ്നം? ജോലിയുള്ള കുറച്ച് ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും? ജോലിയില്ലാത്ത മറ്റാളുകളെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഒരു ഫാമിലി എടുക്കാം. ഒരു ഫാമിലിയില് അച്ഛൻ, അമ്മ ഉണ്ട്, ദെൻ 2 കുട്ടികളുണ്ട്. അതിന് 2 കുട്ടികളും സപ്പോസ് ഓഫ് ദ ഏജ് ഗ്രൂപ്പ് 25 ആണെന്ന് വിചാരിക്കും. അതിന് ഇവർക്ക് 2 ജോലിയില്ല എന്ന് വിചാരിക്കാം. പിന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ആരായിരിക്കും? അച്ഛനമ്മയായിരിക്കും, അല്ലേ? സോ ദർ ആർ 4 people, 2 of them are working. അച്ഛനമ്മയെ വർക്ക് ചെയ്യുന്നു, പക്ഷെ മക്കൾ എന്ത് ചെയ്യുന്നില്ല? വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ വർക്ക് ചെയ്തിരിക്കുമ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കേണ്ട ആരായിരിക്കും? വർക്കിംഗ് ക്ലാസ് ആയിരിക്കും. സോ അൺഎംപ്ലോയ്ഡ് ആണ് ഇവര്. 25 years എന്ന് പറയുമ്പോൾ
they are willing to work, they are able to work, they are available to work. പക്ഷെ ജോലി കിട്ടുന്നില്ല. പക്ഷെ എന്താ, വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷൻ എന്ത് ചെയ്യേണ്ടി വരും, ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് ദ ഡിപ്പെൻഡൻസ് ഓൺ വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ സിൻസ് there is unemployment, since there is more unemployment, there will be labor exploitation. How many of you seen the movie Ammar Akbar Anthony? Andoni. Ammar Akbar Anthony എല്ലാം കണ്ടുണ്ടോ? അമ്മർ അക്ബർ അന്തോണി നമ്മുടെ മലയാള സിനിമയാണ്. കണ്ടുണ്ടോ നിങ്ങൾ? ആ സിനിമയ്ക്കകത്ത് ഇഫ് യു ആർ സീൻ ദിസ് മൂവി അമർ അക്ബർ അന്തോണി, ആ സിനിമയ്ക്കകത്ത് ഒരു സീനുണ്ട്. ആ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ്, ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇന്ദ്രജിത്ത്. നമ്മുടെ ഇന്ദ്രജിത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. സോ ഇന്ദ്രജിത്തിന്റെ ഇൻട്രൊഡക്ഷനകത്ത് ഇന്ദ്രജിത്ത് ഈസ് വർക്കിംഗ് ആസ് എ പിസ്സ ഡെലിവറി ഗായ്. പിസ്സ ഡെലിവറി ഗായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ പുള്ളിക്ക് ശമ്പളം കിട്ടുന്ന സീനുണ്ട്. അപ്പൊ ഈ മുതലാളി മാനേജർ ഇന്ദ്രജിത്തിന് ശമ്പളം കൊടുക്കുന്നു. ശമ്പളം കൊടുക്കുന്ന സമയത്ത് ഇന്ദ്രജിത്ത് പറയും ദാറ്റ് മണി ഈസ് ഇൻസഫിഷ്യന്റ്, അത് പോരാ എന്ന് പറയും, ഇത് കുറവാന്ന് പറയും. അപ്പൊ ഉടനെ മുതലാളി പറഞ്ഞ ഡയലോഗുണ്ട്, വേണ്ടെങ്കിൽ പോടയും, പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടയും, നിനക്ക് പകരം വേറെ ആൾക്കാർ വരും. വിച്ച് മീൻസ് എന്താണ് ആ ഡയലോഗ് പറഞ്ഞത്? റീപ്ലേസബിലിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് ആണ്, അല്ലെ റീപ്ലേസബിലിറ്റി ഓഫ് എംപ്ലോയി ആണ്. സോ നമ്മുടെ എക്കണോമിയില് തൊഴിലില്ലായ്മ കൂടിയിരിക്കുകയാണ്. ആ സിനിമ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പറ്റൂലെങ്കിൽ കളഞ്ഞിട്ട് പോടെ, നീ പോയി കഴിഞ്ഞാൽ നിനക്ക് പകരം 1000 പേര് വരും എന്ന് പറയുമ്പോ എന്താ മീൻ ചെയ്യുന്നത്? റീപ്ലേസബിലിറ്റി ഓഫ് എംപ്ലോയി. അതായത് ഒരു എംപ്ലോയി പോയി കഴിഞ്ഞാൽ വേറൊരു എംപ്ലോയി അവൈലബിൾ ആണ്. കാരണം എന്താ, ജോലിയില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. there are more people who are unemployed, who are in search of employment. അതുകൊണ്ട് തന്നെ ഒരാൾ റിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പം തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, സിൻസ് there is high replaceability available in the country, അല്ലെങ്കിൽ ഒരു എംപ്ലോയിയെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരു എംപ്ലോയിയുടെ ബാർഗെയിനിങ് പവർ എന്താണ് കുറയുക. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ബാർഗെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം അയാൾക്ക് പകരം വേറെ ആളുണ്ട്. the company can replace them. അതുകൊണ്ട് എന്താ, ബാർഗെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് there will be labor exploitation. എന്തുണ്ടാവും? തൊഴിലാളികളെ കമ്പനി എന്ത് ചെയ്യാം? they may exploit എന്ന് കാണാം. അതുപോലെ we can see the ഗ്രോത്തിന്റെയും അൺഎംപ്ലോയ്മെന്റിന്റെയും ഒരു റിലേഷൻ നോക്കുമ്പോൾ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഒരു എക്കണോമിയിൽ 1% അൺഎംപ്ലോയ്മെന്റ് വർദ്ധിക്കുകയാണെങ്കിൽ ആ കൺട്രിയുടെ GDP 2% എന്ത് ചെയ്യും? കുറയും. സോ 1% ഹൈക്ക് ഇൻ അൺഎംപ്ലോയ്മെന്റ് ക്യാൻ റിസൾട്ട് ഇൻ 2% റിഡക്ഷൻ ഇൻ GDP. സോ ഒരു കൺട്രിയുടെ ഗ്രോത്തിനെ എന്ത് ചെയ്യാം? ഇമ്പാക്ട് ചെയ്യാം. അതുപോലെ ഒരു കൺട്രിയുടെ വെൽഫെയർ മെഷേഴ്സിനെ, സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റ് വർദ്ധിക്കുന്നത് ഇമ്പാക്ട് ചെയ്യാം. സോ ദീസ് ആർ ദ കോൺസിക്വൻസസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ദ കൺട്രി or impact of unemployment in the country. I hope it is clear for everyone, and by this we are concluding today's lecture.